നമസ്കാരം. നമ്മൾ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് ശ്രീ VR ദർശൻ അവരുടെ ക്ഷണിക്കുന്നു. മുഖ്യാതിഥിയായ ശ്രീ രാജൻ കൈലാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റുമായ ശ്രീ കിഷോർ വ്യക്തിയിലേക്ക് ക്ഷണിക്കുന്നു. എഴുത്തുകാരി ശ്രീമതി ലാലിന്റെ നാഥനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ സ്വാഗതം, ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്, സ്വാഗതം ആശംസിക്കുക എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആശംസിക്കല്ല, സ്വാഗതം പറയില്ല, നമ്മൾ സ്വാഗതം ചെയ്യുകയില്ല. അപ്പൊ സ്വാഗതം ആശംസിക്കില്ല. അതുകൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുവാനായി എഴുതുകാരനും മീഡിയ പ്രവർത്തകനും എല്ലാവരുമായ ഡോക്ടർ പ്രേംരാജ് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈ സ്വാഗതം വരുന്നവർക്ക് സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. വളരെ ഒഫീഷ്യലായിട്ട് സ്വാഗതം പറയുന്നു. രാജൻ സാറ് പ്രത്യേകിച്ച് സ്വാഗതം പറയുന്നു. കണ്ടത് കുറേ നാൾക്ക് ശേഷം കാണുന്നതാണ്. വളരെ സന്തോഷം. പിന്നെ അർജുൻ സാറ് നമ്മുടെ സംവിധാനത്തിൻ്റെ ചീഫ് എഡിറ്റർ, മാനേജിംഗ് എഡിറ്റർ, പിന്നെ കിഷോർ സാറ്, നമ്മുടെ സീന കേസ്, പിന്നെ സുരേഷ് ജി നമസ്കാരം, സീനിയർ ഹസ്ബൻഡിൻ്റെ ഷിയാസ്, പിന്നെ പുതിയൊരു എഴുത്തുകാരൻ വന്നിട്ടുണ്ട്. ഇന്ന് രജത്ത് കുറ്റിയാട് കണ്ണൂർക്കാരനാണ്. പിന്നെ നാലുചേരിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. പിന്നെ അനുജിന്റെ ക്യാമറമാനായിട്ട് തിരിഞ്ഞിട്ടുള്ള സഹായം പറയുന്നു. ഏതായാലും ഹർഷസാറിന്റെ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ഏതായാലും വൈകിയെന്ന് തോന്നുന്നു. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വളരെ ശ്രമകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അക്ഷര സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് പുറമെ എൻ്റെ ചില മൊബൈലും മറ്റുള്ള എഴുത്തുകാരുടെ പ്രോത്സാഹനം കൂടി കൊണ്ടാണ് ഇത് നടത്താനായിട്ടും ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പ്രസിദ്ധീകരണം നടത്തുന്നതിനുള്ള പ്രധാന പ്രശ്നം ഇപ്പം എന്നെ സംബന്ധിച്ചോളം അത് ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ ഞാനൊരിക്കലും അക്ഷരസ്നേഹിയായിട്ടുള്ള കിഷോറിനോട് പറയുകയുണ്ടായത്, ഇത് ഏറ്റെടുത്തു. ഞാൻ ഈ മാസിക ആര് സ്വന്തമായിട്ട് നടത്തുന്നതിനും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൈകൊള്ളുന്ന നിലപാടെന്നതിൽ പലരും പിന്മാറുകയാണ് ചെയ്യുന്നത്. കാരണം സാമ്പത്തികം. പരസ്യത്തെ ആശ്രയിച്ച് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് പരസ്യം പിടിക്കാൻ എളുപ്പമല്ല. ഒരു വില കുറഞ്ഞ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു പരസ്യം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ആരും പറയില്ല ഈ മാസിക നടത്തിയിട്ടുള്ള ഇയാൾക്ക് കഞ്ഞി പിടിക്കാമെന്ന് ആരും പറയില്ല. കാരണം എനിക്ക് ഒരുവിധം കുഴപ്പമില്ലാത്ത പെൻഷനുകളുണ്ട്. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞു. ഞാൻ മുടിയോട് മാസിക നടത്തിയിട്ട്, പക്ഷേ അക്ഷരസ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നോടൊപ്പം ശ്രീമാൻ ഡോക്ടർ പ്രേംരാജും പിന്നെ സലീമും ഉള്ളത് കൊണ്ട് ഈ മാസിക ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു വേദി പ്രകാശനം ചെയ്യുകയാണ്. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ആ പുസ്തകം വളരെ പ്രത്യേകതയുള്ളതാണ്. അത് ശ്രീമാൻ VR ദർശൻ എഴുതിയത് കൊണ്ടോ ഒന്നുമല്ല. ആ പുസ്തകത്തിന്റെ പ്രത്യേകത
കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ പട്ടാള കഥകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ പാറപ്പുറത്തിൻ്റെതായാലും കോവിലിൻ്റെതായാലും നന്ദനാരുടേതായാലും ഒക്കെ. കാരണം അവർക്ക് ഔദ്യോഗികമായിട്ട് എഴുതാൻ പല ലേഖകളുള്ളവരും വേറെ പേരുകൾ എഴുതി എണ്ണുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നേവി ജീവിതം അല്ലെ, നാവികരുടെ ജീവിതം, ഇതിന്റെ കരസേനക്കാരുടെ ജീവിതം, അത് ലേഖനം എന്ന് പറഞ്ഞ എഴുതാനുണ്ടായിരുന്നു. പെരുന്തൽമണ്ണ മാത്യൂസിനാണ് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട് കടലാസുള്ള. ഞാൻ ആദ്യം വായിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ഈ പട്ടാളക്കാരന് പേടി എന്നൊരു സാധനമുണ്ട്. ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പുള്ള പട്ടാളക്കാരന്റെ മാനസികാവസ്ഥ എടുക്കുന്നത് അതിൽ ഈ നേവിയിലെ ജീവിതം മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. മലയാളത്തിൽ അതിന്റെ വായനയുടെ കുറവ് കൊണ്ടാകാം. മലയാളത്തിൽ വിനയന്റെ പുസ്തകമാണ് അത്, പിന്നെ യാത്ര, അതുപോലെ ഒന്നൊരു പുസ്തകം വിനയത്തിൽ. അത് കഴിഞ്ഞ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പുസ്തകം അതും ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആത്മാവിന്റെ അനുഭൂതികൾ, ആത്മാവിന്റെ തേങ്ങകൾ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതൊരു സെന്റിമെന്റ്സ് ആണ് വായിക്കുന്നത്. ഞാൻ വായിച്ചു അപ്പോഴും അടുത്ത കാലത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ടൈറ്റിൽ കാരണം മുടിഞ്ഞു പോയ പുസ്തകം അത് സത്യമായില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ പുസ്തകത്തിന് കൊടുക്കാനുള്ള പേര് കടൽച്ചേർക്ക് എന്നാണ്. കാരണം കടൽച്ചേർക്ക് കിട്ടാനല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ പുസ്തകം നമുക്ക് പേര് കടൽച്ചേർക്ക് വിവരങ്ങളെല്ലാം നമുക്ക് പറയാം. അതുമാത്രമല്ല അന്ന് നാഷണൽ ബുക്ക് സ്റ്റാളാണ് ഇതിന്റെ വിതരണമൊക്കെ നടത്തിയത്. അപ്പം ആ പുസ്തകത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമുക്കത് ബാങ്കിൽ പ്രസാദനം ചെയ്യാം എന്ന് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഒരു സജഷൻ പറയുകയും അദ്ദേഹം സമ്മതിക്കുകയും നല്ലതാണ് തോന്നിയുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾ കടൽച്ചേർക്ക് എന്നുള്ള പേരിൽ ആ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് ഈ ബാങ്കിൽ വിറ്റ് അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ കന്നഡ വിവർത്തനത്തിലുള്ള സംവിധാനവും ഇങ്ങനെ ഓർഗനൈസായി വരുന്നുണ്ട്. ഇതിപ്പോ ഒരു കൃഷ്ണന്റെ പുസ്തകം മാത്രം പ്രസിദ്ധീകരിക്കാവുന്ന ഏർപ്പാടൊന്നുമല്ല. ഇതുപോലെ ഓരോ തരത്തിലും നമുക്ക് സാഹിത്യത്തിന്റെ പ്രൊമോഷൻ, അതിന് നമ്മൾ മറ്റ് ഒന്നും കണക്കാക്കുന്നില്ല. ഈ ചിലയിടത്തൊക്കെ ഇപ്പം പിന്നെ രാഷ്ട്രീയവും ഉണ്ടായിരുന്നു, അതുപോലെ മതത്തിന്റെ കൂടി ഒരു നല്ല സ്വാധീനം പലയിടത്തും ഈ സംഘടനകളിലും അത്തരം കാര്യങ്ങളിൽ വന്നു ചെയ്തത് നമ്മൾ കാണുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഈ ബാംഗ്ലൂർ സാഹിത്യം എനിക്ക് ഭാരവാഹികളില്ല. നിങ്ങളുടെ ആരെങ്കിലും പറയാം, ഇത് പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതുപോലെ ആരുമില്ല. നമ്മൾ എല്ലാവരോടും ചേർന്ന് മീറ്റിംഗ് വിളിക്കും. ആ മീറ്റിങ്ങിൽ വരുന്ന ഓരോരുത്തരും തുല്യമായ പിന്നെ പ്രാധാന്യമുള്ള ആളുകളാണ്. അതിനപ്പുറത്ത് ബാംഗ്ലൂർ സാഹിത്യ വേദിക്ക് യാതൊരു ലക്ഷ്യങ്ങളില്ല. എഴുതുക, വായിക്കുക, വായനയുടെ പ്രചാരണ പ്രസ്ഥാനം, ഇതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാവരും വന്നിട്ടുള്ള സന്തോഷമുണ്ട്. അടുത്ത് കടക്കിൽ കിടക്കാം. നമുക്ക് പ്രസ്ഥാനം കൊടുക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഇതിന്റെ ഈ കവർ പ്രകാശനമാണ്. പ്രകാശനത്തിന് വേണ്ടി പ്രശസ്ത കവി രാജൻ കൈലാസിനെ ക്ഷണിക്കുന്നു. അടുത്ത ചടങ്ങ് പുസ്തക പ്രസാദനമാണ്. വേറെ താല്പര്യങ്ങളിലേക്ക് നീങ്ങി പോകുന്നതെന്ന് തോന്നി. അപ്പൊ എഴുത്തിനെയും എഴുത്തുകാരെയും അല്ലെങ്കിൽ എഴുത്തുകാരെ എഴുത്തിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ഒന്ന് പിന്നെ നമുക്ക് എന്താ പറയുക, ഏകാഗ്രമാക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ തുടങ്ങി വരുമ്പോൾ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, അപ്പൊ ഞാനത് മലയാളം കോർഡിനേറ്റ് ചെയ്തേ. ഇത് ഞാനത് കോർഡിനേറ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ ഉടമസ്ഥ ഉടമസ്ഥാവകാശങ്ങളൊക്കെ കൗമാരം
ഉണ്ടായിരുന്നെങ്കിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രം വെറുതെ നിനച്ചുപോയി ഒരു മാത്രം വെറുതെ നിനച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രം വെറുതെ നിനച്ചുപോയി ഒരു മാത്രം വെറുതെ നിനച്ചുപോയി രാത്രി മഴ പെയ്തു തോന്ന നേരം രാത്രി മഴ പെയ്തു തോന്ന നേരം കുളിർ കാറ്റില ചാത്തുലഞ്ഞ നേരം എറ്റിറ്റു വീഴും നീർ തുള്ളിതൻ സംഗീതം തന്തികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയഞ്ചാലക വാതിൽ ചാരേ ചിലച്ച നേരം വാതിൽ ചാരേ ചിലച്ച നേരം മാത്രം വെറുതെ നിലച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നിലച്ചുപോയി ഒരു മാത്രം വെറുതെ നിലച്ചുപോയി ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടുവിരിഞ്ഞാലിൽ സീതമാരുടെ മുടി കാത്തിനും മൃതസങ്കൽപ്പം അതോടി നിൽക്കേ ഏതോ പുരാണ പ്രേമകഥയിലെ ഗീതികളെന്നി ചിറകടിക്കേ ഗീതികളെന്നി ചിറകടിക്കേ ഒരു മാത്രം വെറുതെ നിലച്ചുപോയി നീ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഒരു മാത്രം വെറുതെ നിലച്ചുപോയി ഒരു മാത്രം വെറുതെ നിലച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഒരു മാത്രം വെറുതെ നിലച്ചുപോയി ഒരു മാത്രം വെറുതെ നിലച്ചുപോയി വളരെ നന്ദി. ശാന്തകുമാരോട് പടരുത്. ആലപ്പുഴ ജില്ലയിലാണ് സ്വദേശം. പിന്നെ അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ മാനവീയം സാഹിത്യത്തിനുള്ള സമ്മാനം 2000 ലഭിച്ചു.
ലഭിക്കുകയുണ്ടായി. പിന്നെ ദാമോദരൻ പുരസ്കാരം 2003 ലഭിക്കുകയുണ്ടായി. അതിന് നമ്മുടെ കേട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ബുൾഡോസറോട് വഴി. അത് വയനാട്ടിൽ കേട്ട് കാണും. ആ കൃതിക്കാണ് കെ ദാമോദരൻ കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റയിലത്താണ് എന്ന കൃതി മലയാള സമീക്ഷാ പുരസ്കാരം 2016 ലഭിക്കുകയുണ്ടായി. ഒറ്റയിലത്താണ് നല്ല രസമുള്ളവരാണ്. ഒറ്റയിലത്താണ് മരം വെട്ടി വെക്കുന്ന സമയത്ത് ആ സമയത്ത് കേൾക്കേണ്ട ഒരു പേര് തന്നെയാണ്. പിന്നീട് സഖാവ് MP ചന്ദ്രസേനൻ പ്രതിഭാ പുരസ്കാരം 2017 5 വർഷം ലഭിക്കുകയുണ്ടായി. ലീലാമേനു കരുണ പുരസ്കാരം 2019, ഡി വിനോദേവൻ പുരസ്കാരം 2022, പിന്നെ ഫെർക്കാനോ പുരസ്കാരം 2022 ലഭിക്കുകയുണ്ടായി. കവിതാ സമാഹാരങ്ങളെ ഇതിലെ ഏതാനും സമാഹാരങ്ങൾ നിങ്ങളും വായിച്ചിട്ടുണ്ട്. അകം കാഴ്ചകൾ ബുൾഡോസറുകൾ പറഞ്ഞു. പിന്നെ ഷെയ്ഡ് ഓഫ് ദ സിംഗിൾ ലീഫ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അത് ഞാൻ ആക്ച്വലി വായിക്കുന്നത്. മാവുകാത്ത കാലം എന്നിവ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് സാറിന് ഈ വേദിയിൽ നിങ്ങൾക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷം. അതിന് സാറ് അതിനെ തുടർന്ന് സാറ് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട എൻ്റെ മുന്നിലും പിന്നിലും ഇരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നാണെന്ന് പറയാറുണ്ട്. എനിക്ക് അധികം സംസാരിക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയല്ലേ. ഞാൻ ബാംഗ്ലൂരിൽ വന്ന് നിൽക്കുന്നത് തന്നെ ഒരു ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ എൻ്റെ മകൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പോൾ 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഇന്ന് സീന എന്നെ ഒന്ന് കിട്ടിയത് അവിടെ നിന്നാണ്. 1 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്തുള്ളൂ. പിന്നെ അപ്പോൾ എന്തായാലും ഞാനിവിടെ വരാൻ കാരണം അറിയാം, അനാരോഗ്യകരമായ അവസ്ഥ ഉണ്ടെങ്കിലും വരാൻ കാരണം ഞാൻ ഇന്നുവരെ എൻ്റെ നാട് ആലപ്പുഴയിലെ വള്ളികുന്നം വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. ഗോകുൽപാസയുടെയും കാലശ്ശേരി കർണാടകയുടെയും പൂശ്ശേരി രാമേന്ദ്രൻ്റെ സ്ഥലം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വീട്ടിലങ്ങളിലുമായ സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടെ ഇന്നും കമ്മ്യൂണിസ്റ്റുമാർക്ക് വളരെ ശക്തമാണ്. വലിയ നേതാക്കന്മാരും എഴുത്തുകാരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം. ജനകം പത്രാധിപരായ കാമശ്ശേരി കർണാടക വീടിന് തൊട്ടടുത്താണ് ഗോകുൽപാസയുടെ സ്ഥലം. ഈ ഒരു പാരമ്പര്യമൊക്കെ ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ സ്ഥലമാറ്റം കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രൊമോഷൻ പോലും പോകത്താളാണ്. അപ്പോൾ എൻ്റെ നാട് വിട്ടെങ്കിലും പോകാൻ വയ്യ കൊണ്ടുവന്നു. അവസാനം എൻ്റെ ഒരു AGM വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. താൻ എനിക്ക് പ്രൊമോഷൻ മാറ്റിയില്ലെങ്കിൽ ടിൻസൂക്കായിട്ട് കെട്ടുകളയും. ടിൻസൂക്കാന്ന് പറഞ്ഞാൽ ആസാമിന് അപ്പുറത്താൻ സ്ഥലമാണ്. അപ്പം ഞാൻ പറയും, സാറേ എനിക്ക് ടിൻസൂക്കായി പോകുന്നതിനുള്ള എൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുന്നതാണ്. എന്തായാലും 10-35 സർവീസായി. ഒരു BRS ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പോവുകയും ചെയ്തു, തിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ അസോസിയേഷൻ്റെ ഫെഡറൽ ബാങ്കിലെ യൂണിയൻ്റെ ഒക്കെ ചുമതല, ഡെപ്യൂട്ടി യൂണിയൻ്റെ ചുമതല ഉണ്ടായിരുന്നു. അവരുടെ മാഗസിൻ്റെ എഡിറ്റോർ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം അധികം സംസാരിക്കുന്നില്ല എന്ന് ഞാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞത്. പിന്നെ നമുക്ക് പരിപാടിക്ക് സമയം കുറവാണ്, പിന്നെ ആശംസ എടുപ്പിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് സംസാരം അധികം നീണ്ടു പോകാതെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ നീട്ടുന്ന പ്രസംഗിക്കാൻ അറിയില്ല ഇവിടെ പറയാൻ. 10ാം ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ പ്രസംഗവർഷത്തിൽ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ കൊണ്ട് ഞാൻ അധികം പ്രസംഗിക്കുന്നതാണല്ലേ, അധിക പ്രസംഗക്കാരനല്ല എന്ന് ഞാൻ അധികം പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള കവിതയെക്കുറിച്ചാണ്. ഇവിടെ കവികൾ ധാരാളം പേരുണ്ട്. എൻ്റെ ഒരു കവിതാ പുസ്തകം കിട്ടുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ കവികളുടെ ഒരു സമാഹാരം അതിൻ്റെ പ്രകാശനം നടത്താൻ കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പുതിയ കവികളെ പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണത്. പിന്നെ കവിത ഇന്ന് ധാരാളം പരിപാടികളോടെ മുന്നോട്ട് പോവുകയാണ്. ഈ പുസ്തകത്തിനകത്തുള്ള കവിതകൾ തന്നെ 5-6 കവികളുണ്ട്. ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. 5 പേരുടെ വഴി 5 തന്നെയായിരുന്നു. ഇപ്പം ബാംഗ്ലൂരിലാണ് കവികളുള്ള സജീവമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ കവി സുഹൃത്തുക്കൾ തന്നെ ധാരാളം പേരുണ്ട് ഇവിടെ. ഈ വേദിയിൽ തന്നെ 3-4 പേരുണ്ട്. ഈ കിഷോർ നേരി വല്ലക്കാലം മുമ്പ് അറിയാവുന്നതാണ്. അദ്ദേഹം
പിന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അടുത്ത കാലത്ത് കൂടി തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ തന്നെ വിളിക്കുകയും ഞങ്ങളൊന്ന് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള അല്ലെങ്കിൽ പുസ്തകപ്രസാദമൊക്കെ തൃശ്ശൂരാണെന്നായിരുന്നു ഒരു ധാരണ. ഇവിടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അനുഭവപ്പെട്ടു എഡിറ്ററോടെ ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കാം. ഈ കവിത എന്താണ് ഞാനിവിടെ ആരുടെ മുമ്പിൽ വിശദീകരിക്കുന്ന കാര്യമില്ല. കാരണം ഇവിടെ കവിത അറിയാവുന്നവരും വായിക്കുന്നവരും എഴുതുന്നവരൊക്കെയാണ് ഒക്കെ ഉള്ളത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്നെ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ ചുരുങ്ങിയ ഒരു സദസ്സാണെങ്കിൽ പോലും ഇവിടെ 3-4 സ്ത്രീകളുടെ സാന്നിധ്യം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. 4 പോരാ, എങ്കിൽ പോലും 4 പേരുടെ 4-5 പേരുടെ സാന്നിധ്യം എന്നെ സന്തോഷിപ്പിച്ചു. ഇപ്പോൾ ഒരു വലിയ ഒരു വിവാദം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞാണ്. ഒരു വലിയ 100 കവികൾ പങ്കെടുക്കുന്ന 100 കവിതകൾ ചൊല്ലുന്ന ഒരു വലിയ വേദിയിൽ ഒരു സ്ത്രീക്ക് പോലും സാന്നിധ്യമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ പോസ്റ്റൊന്നും അധികം സ്ത്രീകളെ കണ്ടില്ല. നമ്മുടെ സച്ചിദാനന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന പീരാവനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ കാവ്യ സദസ്സാണ്. ഭാഗ്യം എന്നെ വിളിച്ചില്ല. കാരണം അതിനകത്ത് വിളിച്ചൊക്കെ നാണക്കടയിൽ പോയി. കാരണം അതിനകത്ത് വിളിച്ചവരൊക്കെ ഇപ്പൊ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിമായിട്ട് നേരത്തെ പറയാൻ പാടില്ലാന്ന് പറഞ്ഞു. കാരണം അതിനകത്ത് ഒരു സ്ത്രീ പോലുമില്ല. അതിന്റെ കാരണം തിരക്കപ്പെടാണ് അറിഞ്ഞത്. അത് സംഘടിപ്പിച്ച ഗ്രൂപ്പ് സ്ത്രീ വിരുദ്ധമായ ഒരു മത ഗ്രൂപ്പാണ്. ഒരു സ്ത്രീയെ സ്റ്റേജിൽ കയറരുതെന്നും സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിക്കരുതെന്നും പുരുഷന്മാരോടൊപ്പം സ്റ്റേജിൽ പങ്കിടരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് തന്നുകൊണ്ടത്. ആ വാക്കിന്റെ അർത്ഥം പോകും ഇവിടെ നമ്മൾ പ്രാകൃതം ഉപയോഗിച്ചാൽ. വളരെ നീചമായ ഒരു സമീപനത്തോടു കൂടിയുള്ള ഒരു സംഘടനയുടെ കവിയരങ്ങിൽ ഇവരെന്തിനു പോയി എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തിനാണ് സമ്മതിച്ചത്? നോട്ടീസിൽ പേര് വെക്കാൻ സമ്മതിച്ചത് എന്തിനാണെന്ന് ആലോചിക്കുകയായിരുന്നു. കാരണം ഇവർ 2-3 കൊല്ലമായിട്ട് കവിയരങ്ങ് നടത്തുന്നു. അവിടെ എല്ലാം പുരുഷന്മാർ മാത്രമാണ്. പലരും അന്നും പങ്കെടുക്കാറുണ്ട്. ഇങ്ങനൊരു വലിയ വിവാഹം സ്ത്രീകളെ പങ്കെടുപ്പിക്കാത്ത ഒരു വലിയ 100 കവികളുടെ ഒരു സദസ്സ് കേരളത്തിൽ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? കേരളത്തിൽ പ്രമുഖരായ കവികൾ ഇവിടെ ഇന്നും ഈ സുഗതകുമാരിക്ക് ശേഷമാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മി, ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ മുന്നിൽ വന്ന നമ്മുടെ ഷീജാവാക്കത്തെ പോലുള്ളവർ, ഇവരൊക്കെ റോസിക്കം, ഇങ്ങനെ പ്രമുഖരായ കവികൾ എത്രയോ പേര് ആ ഭാഗത്ത് തന്നെയുണ്ട്. അവരെ ഒന്നും പങ്കെടുപ്പിക്കാറുണ്ട്. അത് മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വലിയ സാഹിത്യം ഞാൻ പറഞ്ഞില്ല, അസാഹിത്യ സദസ്സ്, സാഹിത്യമില്ലാത്ത ഒരു സദസ്സ് അവിടെ നടക്കുകയാണ്. അങ്ങനെ അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു രോഷം പോലെ ഇരിക്കുമ്പോഴാണ് ഞാൻ പലർക്കും കവിസൊക്കെ ഇട്ട് ഇങ്ങനെ പോരുമ്പോഴാണ് നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാൻ ഇടയാകുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ സ്ത്രീ സാന്നിധ്യം, എഴുത്തുകാരുടെ സാന്നിധ്യം, സ്ത്രീ എഴുത്തുകാരായ ആൾക്കാരുടെ സാന്നിധ്യം വളരെ എന്നെ സന്തോഷിപ്പിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കവികൾക്കിടയിൽ കവയിത്രി എന്ന് പറയാൻ ഇപ്പോഴാരും പ്രയോഗിക്കാറില്ല. ചിലരൊക്കെ അപൂർവം പ്രയോഗിക്കാറുണ്ട്. കവി എന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ് അവിടെ ആണും പെണ്ണും? നമ്മൾ നോവലിസ്റ്റ് എന്ന് പറയുന്നത് പെൺ നോവലിസ്റ്റ്, ആൺ നോവലിസ്റ്റ് എന്നൊന്നും പറയാറില്ല. അതുപോലെ കവി എന്നുള്ള വാക്ക് എല്ലാം ഉണ്ട്. ഇപ്പൊ കവിയത്രി എന്നാലും പറയാറേ ഇല്ല. കവി എന്നുള്ള വാക്ക് തന്നെ എന്താണ്? അതിനകത്ത് കവിത എഴുതുന്ന ആണെന്നുള്ളതാണ്. അതിനകത്ത് ലിംഗഭേദമില്ല. ആണും പെണ്ണും കവി തന്നെയാണ്. പിന്നെ അപ്പോൾ ഈ 100 കവികൾ 100 പേരടങ്ങുന്ന കവിയരങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പുരുഷന്മാരുടെ മാത്രം ജോലിയാകുന്നത് എന്നുള്ളത് എനിക്ക് അതിനെ വളരെ വിസ്മയിപ്പിക്കും. അതും വളരെയധികം മുന്നിൽ നിൽക്കുന്ന, ആശയപരമായും പിന്നെ രാഷ്ട്രീയമായിട്ടും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്ന സംസ്ഥാനത്താണ് നടന്നെന്നുള്ളത് എന്നെ വല്ലാതെ അങ്കലാപ്പിലാകുന്നത്. ഈ പോക്ക് പോയാൽ എവിടെ എത്തും നമ്മളെന്ന് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. കാരണം സ്ത്രീകൾ എല്ലാ രംഗത്തും മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഭരണരംഗത്ത് വരെ വന്നുകൊണ്ടിരിക്കുന്ന, അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പോലും സ്ത്രീകളുടെ പേര് പറഞ്ഞു കേൾക്കുന്നവർ കേരളത്തിൽ നമ്മളിത് എങ്ങനെ സഹിക്കും? അങ്ങനെ ഇപ്പൊ കേരളത്തിൽ ഇല്ലാതിരുന്നൊരു ഭാഗ്യമുണ്ടെങ്കിൽ തോന്നി. കാരണം ഭാരതത്തിൽ പോയി പ്രസംഗിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. ഇവിടെ ഈ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ഈ പരിപാടിക്ക് സലീംകുമാർ വിളിക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വള്ളിമുഖത്തോ അല്ലെങ്കിൽ ചാരക്കൂട്ടിലോ അല്ലെങ്കിൽ കായംകുളത്തൊക്കെ എത്തിയപ്പോൾ തോന്നലായിരുന്നുണ്ടായത്. കാരണം എഴുത്തിന് വേണ്ടി, കവിതയ്ക്ക് വേണ്ടി, സാഹിത്യത്തിന് വേണ്ടി ഇത്രയും പേർ ഒത്തുകൂടുന്ന ഒരു മഹാത്ഭുതമാണ് ഈ ബാംഗ്ലൂർ പോലെ ഒരു വലിയ സൈബർ സിറ്റിയിൽ. എഴുത്തുപോലും കൈകൊണ്ടുള്ള എഴുത്തുപോലും ഇല്ലാതാകുന്നൊരു കാര്യം. ഞാനിപ്പം കാരണത്തിന് സിനിമയായിട്ട് സംസാരിക്കുകയായിരുന്നു. കൈകൊണ്ടുള്ള എഴുത്തിപ്പം ഇല്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഞാൻ പോലും മൊബൈൽ ടൈപ്പ് ചെയ്താണ് കവിതകളൊക്കെ അയക്കുന്നത്. അതുപോലെ തന്നെ ചിത്രം വരെ ഈ കുട്ടി പറഞ്ഞെന്താണ്, ചിത്രം വരെ കൈകൊണ്ടുള്ള ചിത്രം വരെ നിന്നുകൊണ്ടിരിക്കുന്നു. അതും കമ്പ്യൂട്ടറിലായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കണ്ടുപോലെ എന്റെ ആത്മസുഹൃത്തുക്കളെ കണ്ടുപോലെ ഒരു ഫീലാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശാന്തനായാലും പിന്നെ കിഷോറായാലും എനിക്ക് നേരത്തെ വഴിയുള്ളവരാണ് ഈ പറയുന്നത്. സലീംകുമാർ ആയാലും സീനെ എനിക്ക് നേരത്തെ വഴിയുണ്ട്. വേറൊരു ഏരിയ വെച്ച്
അറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എല്ലാവരും എനിക്ക് വളരെ ആത്മസുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്. ഇനിയും എൻ്റെ മകൻ കൂടെ ജോലി ചെയ്യുന്നിടത്തോളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ വരേണ്ടി വരും. കാരണം മക്കൾ പറയുന്നത് ഒന്നുകിൽ ആലപ്പുഴ മോളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ മോളുടെ കൂടെ നിൽക്കണം. എൻ്റെ സ്വന്തം വീടായ വള്ളൂർ നിൽക്കണ്ട എന്ന് ഡോക്ടർ പറയുന്നത് നമ്മൾ നിൽക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കെയർ അതൊരു ഭാഗ്യമാണ് മക്കളുടെ കാലത്ത് കിട്ടുന്നല്ലോ എന്നുള്ളത്. എൻ്റെ മകൻ എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിലുണ്ടാവും. ഞാൻ ബാംഗ്ലൂരിൽ ഒരു മാസം നവംബർ ആദ്യം തിരിച്ചു പോയി. ഞാൻ ഒറ്റപ്പെട്ട് പോകുമല്ലോ എന്നുള്ള ഭയത്തിലിരിക്കുമ്പോഴാണ് എന്നെ ഇപ്പം 3 വേദികളിൽ എന്നെ ഇപ്പം വിളിച്ചു കഴിഞ്ഞു. അതിൽ ആദ്യത്തെയാണിത്. ഇനി ഒക്ടോബർ 6, ഒക്ടോബർ 2, അത് കഴിഞ്ഞ് ഒക്ടോബർ അടുത്ത ഞായറാഴ്ച, ഒക്ടോബർ 6 7 ഒരു ഓണാഘോഷം പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിരുന്നത്. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന എൻ്റെ നാട്ടുകാർ, നിങ്ങളൊക്കെ ബാംഗ്ലൂരിൽ വന്നിട്ട് 10, 20, 30 വർഷമൊക്കെ ആയവരൊക്കെ ഉണ്ടാവാം. എന്തായാലും നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ മലയാളികളാണ്, കേരളക്കാരാണ്. ആ ഒരു ബോധത്തോടുകൂടി എനിക്ക് ഇനിയും ഇവിടെ വരാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ആശംസകൾ അർപ്പിക്കാൻ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കവികരമുണ്ട്. കവികരങ്ങിൽ ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ കവികരങ്ങിൽ ചൊല്ലിക്കൊള്ളാം. എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 1 മണിക്കൂറുള്ളിൽ കൂടെ വരാം. അപ്പോൾ എൻ്റെ മകനോട് അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. 5:30 6:50 അവനോട് എത്തും. അപ്പോഴത്തേക്ക് ഞാൻ പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ യോഗം തീരുമെന്നാണ് സലീം കുമാർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ കവിയരങ്ങിൻ്റെ ആദ്യം ചൊല്ലിക്കൊള്ളാം എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്നെ ഈ നല്ല വേദിയിലേക്ക്, മഹത്തായ വേദി ഞാൻ പറയുന്നില്ല, ഈ നല്ല ചെറിയ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സലീം കുമാറിനോട് ഞാൻ ആഗ്രഹപ്പെടുത്തുന്നു. അതുപോലെ എന്നോട് ഒരുപാട് സ്നേഹം പങ്കിടുകയും എന്നെ ആദരിക്കുകയും ചെയ്ത ഈ വേദി, ഈ സർഗവേദിയുടെ ഈ സർഗജാലകത്തിൻ്റെ ഈ പരിപാടി, സർഗജാലകത്തിൻ്റെ എഴുത്തായ കൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം. പരിപാടി നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം താരമൂല്യമുള്ള ഒരു കവി, കേരളം മുഴുവൻ അറിയപ്പെടുന്ന, മലയാളികൾ ഉള്ളവർക്കൊക്കെ അറിയപ്പെടുന്ന രാജൻ കൈലാസ മാഷ് എൻ്റെ പഴയ കാലത്തുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ പരിപാടിക്ക് വലിയ ധന്യതയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നതിനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഭാഗ്യമില്ല എന്ന് പറയാം. എനിക്ക് 2-3 കാര്യം പറയാനുള്ളൂ. ഒന്ന്, സർഗജാലകത്തിൻ്റെ ഉൽപ്പത്തി. അഷമാഷ് ഇവിടെ വരുമ്പോൾ, ബാംഗ്ലൂർക്ക് എത്തുമ്പോൾ, ബോംബെയിലെത്തുമ്പോൾ ഞാനും ഒത്തിരി കണ്ണ് കച്ചവടമൊക്കെ നടത്തുന്ന കാലമാണ്. 6 റെസ്റ്റോറൻറ്റ് മജസ്റ്റിക്കിൽ. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ട എൻ്റെ നാട്ടുകാരാണ്. അദ്ദേഹം ചിരിയരങ്ങ് ബോംബെയിലൊക്കെ നടത്തി വിജയിച്ച ആളാണ്. ബാംഗ്ലൂരിൻ്റെ ചിരിയാണ് അഷമാഷ്, ബാംഗ്ലൂരിൻ്റെ ചിരി. അപ്പോൾ ഹാസ്യവേദിയിലെ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് കേരള സമാജം പ്രസിഡന്റ്, അന്ന് അദ്ദേഹത്തിന് പരിചയമില്ല, ഞാനാണ് CP രാധാകൃഷ്ണനൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഒരു ചിരി ക്ലബൊക്കെ ഇവിടെ ഉണ്ടാക്കി. അങ്ങനെ ഹാസ്യവേദിയിലേക്ക് കടന്ന് പിന്നെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഉന്നതമായ മേഖലകളിലേക്കൊക്കെ പോയി നിരവധി പരിപാടികളൊക്കെ നടത്തി ഇന്ന് ഓടിക്കരച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞിനിയും ഓടാനുള്ള യൗവനമുണ്ട്, ഇനിയും ഓടാനുള്ള യൗവനമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സർഗജാലകം വീണ്ടും ആരംഭിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും ഒരു 5-6 പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം നടത്തിയിട്ടുള്ള ആളാണ്. ബാംഗ്ലൂരിൽ കേരള ശ്രീനാരായണ സമിതിയുടെ സന്ദേശത്തിൻ്റെ എഡിറ്ററായിരുന്നു. പല മാസികകളും ഞാനിവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മാസികാ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഉള്ളടക്കം ശേഖരിക്കുന്നതോ വായനക്കാരിലെത്തിക്കുന്നതോ അല്ല പ്രശ്നം. അതിൻ്റെ ഫണ്ട് ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് വീണ്ടും അദ്ദേഹം സ്വയം ഏറ്റെടുത്തതിന് നമ്മൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കണം. ആ അഭിനന്ദനം ഞാനിവിടെ അർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ വരുന്ന കാലത്ത് 92-ലാണ് ഇവിടെ വരുന്നത്. അന്നിവിടെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുമില്ല. ബാംഗ്ലൂരിൽ അക്ഷരം കുറിക്കുന്ന ഒരാളുണ്ട്, ജോസഫ് വന്നേരി. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മാത്രമാണ് ഒരു എഴുത്തുകാരനായിട്ട് ഉണ്ടായിരുന്നത്. ഇന്നും എഴുത്തുകാരൻ ഇവിടെ തന്നെ ഈ പുസ്തകങ്ങളിൽ, അല്ലെങ്കിൽ 2 സർഗജാലകത്തിലും മറ്റേ ഇന്ന് പ്രസിദ്ധീകരിച്ച കവിതയും കഥയും പുസ്തകത്തിൽ കൂടി എഴുത്ത് നോക്കണമെങ്കിലും ഒരു 40ഓളം എഴുത്തുകാരെന്ന ഇതിൻ്റെ സാന്നിധ്യമുണ്ട്. ബാംഗ്ലൂരിൻ്റെ മൊത്തം നിരവധി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ, അതായത് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ സർഗധാരയുടെ
വികാസിന്റെ ശ്രീനാരായണ സമിതിയുടെ സന്ദേശത്തിന്റെ കേരള സമാജത്തിന്റെ ഒക്കെ പരിപാടികളും പ്രവർത്തനങ്ങളും പത്രാധിപരൊക്കെയായിട്ട് പ്രവർത്തിച്ച എനിക്കറിയാം ഇന്ന് ഒരു 40-ൽ പരം 50ഓളം എഴുത്തുകാർ ഉള്ള ഒരു പ്രദേശമാണ് ബാംഗ്ലൂർ. ഇന്ന് വന്നപ്പോൾ തന്നെ പുതിയ എഴുത്തുകാരെ കുറേ പേരെ കാണാനും പരിചയപ്പെടാനും കഥകൾ വായിക്കാനൊക്കെ കഴിഞ്ഞു. കുറച്ച് പേരെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വായിക്കാൻ കഴിഞ്ഞു. അതിൽ എനിക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പറയാനായിട്ടില്ല 100 പൂവുകൾ വിരിയട്ടെ. അതായത് നമ്മൾ ഒരു പൂ വിരിഞ്ഞാൽ അതിൻ്റെ സുഗന്ധം മാത്രമാണ് നമുക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പുഷ്പത്തിൻ്റെ സൗന്ദര്യം മാത്രമാണ്. അതേസമയം ഒരു ഉദ്യാനനഗരിയായ ബാംഗ്ലൂരിൽ ഈ എഴുത്തുകാരുടെ ഒരു പുഷ്പോത്സവം, ഒരു വസന്തം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ സാമൂഹിക ജീവിതത്തിന് ഒക്കെ തന്നെ വളരെ ഗുണകരമാകുന്ന, നമ്മളൊക്കെ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ സ്ത്രീകളെ ഒഴിവാക്കുന്ന ഒരവസ്ഥ എല്ലാവരെയും ഒഴിവാക്കലാണ്. ഇന്ന് സമൂഹത്തിൽ മുഴുവൻ കാണുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും കലാപങ്ങളുടെയും ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും ഇൻവോൾവ്മെൻറ്റിൻ്റെയും ഒക്കെ ഒരു കാലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇത്രയും വലിയ പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിൽ സ്ത്രീകളെ കുറിച്ച് ഇന്നിപ്പോൾ നമ്മൾ വർത്തമാനങ്ങളൊക്കെ സാധാരണ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഇന്നലെ ഞങ്ങൾ നാടകത്തിൻ്റെ ഒരു പരിപാടിയിൽ അപ്പോൾ നടന്റെ കലയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ പാടില്ല. നടൻ മാത്രമല്ലല്ലോ, നടികളും ഉണ്ടല്ലോ. അപ്പൊ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ, അല്ല മാഷ് പറഞ്ഞതുപോലെ ഡോക്ടർ എന്ന് പറയുന്നത് ലേഡി ഡോക്ടർ എന്ന് പറയേണ്ട കാര്യമില്ല, ഡോക്ടറാണ്. കവിക്കോ അതെ ലിംഗമായ വ്യത്യാസമില്ല. നിരവധി വേദികളിൽ നമ്മൾ പറയുമ്പോൾ അധ്യാപകനെ കുറിച്ച് പറയും, അധ്യാപികയെ കുറിച്ച് പറയില്ല, നടനെ കുറിച്ച് പറയും, നടിയെ കുറിച്ച് പറയില്ല. ഇന്ന് അവരെയോട് ചേർത്ത് കൊണ്ടുപോകേണ്ട കാലമാണ്. നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തയിലും ഒക്കെ തന്നെ ഈ സ്ത്രീകളും നമ്മളോടൊപ്പം കൊണ്ട് പണ്ട് അടുക്കളയിലേക്ക് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലത്തിൽ നിന്നൊക്കെ മാറി സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിപ്പെട്ട ഒരു സമൂഹമാണ്, ഒരു വിഭാഗമാണ് സ്ത്രീകളെന്ന ബോധ്യത്തിൽ നമ്മുടെ ചിന്തയും സംസ്കാരവും ഒക്കെ വളർത്തിയെടുക്കണമെന്ന് കുമാരനാശാന്റെ കാലം തൊട്ട് പറയുന്നതാണ്. സാറ ജോസഫ് ഒക്കെ 80കളുടെ ശേഷം നമ്മൾ അതിനു വേണ്ടിയുള്ള കഥകളൊക്കെ രചിച്ചു. ഇന്ന് 80കൾക്ക് ശേഷം പഠിച്ചു വന്ന സ്ത്രീകളും അവരൊക്കെ കൂടിയിട്ട് പുതിയ ഒരു സ്ത്രീപക്ഷ ചിന്തകളുടെ കേന്ദ്രമായി മലയാള സാംസ്കാരിക രംഗത്തിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന 100 കൊല്ലം മുമ്പ് എഴുതിയ കഥയോ കവിതയല്ല ഇന്ന് എഴുതുന്നത്. കാരണം സമൂഹത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ മാറുന്നുണ്ട്. ഈ കാഴ്ചകളെയാണ് എഴുത്തുകാരൻ വധിച്ചെടുത്ത് വായനക്കാരനെ വിട്ടുകൊടുക്കുന്നത്. അപ്പൊ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ എഴുതുമ്പോൾ അഷമാഷിപ്പ് എന്നൊരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണ് വായിക്കുന്നില്ല. പത്രമെടുത്താൽ കാണുന്നത് നിത്യം സിനിമാ പീഡന വാർത്തകൾ മാത്രമേ. ഇത് ലളിതമായ കുഞ്ഞിനിമാഷ വരികൾ പോലെയാണ്. അതിൽ വിശദീകരിക്കേണ്ടതൊന്നുമില്ല. നടിയുടെ വാതിലിൽ മുട്ടിയ താരം, റോഡ് കൊടുക്കാൻ ഏറ്റൊരു താരം, സമ്പരം നിന്ന് വരുന്നു വാർത്തയിൽ സിനിമാ പീഡന രതികഥനങ്ങൾ, കേട്ടത് പാതി പ്രേക്ഷക ലക്ഷം, ആർത്തിയിൽ വാർത്തകൾ വെട്ടിവിഴുങ്ങി, ചാറുകൾ തന്റെ മോഹന കഥകൾ, ചാനലിലായി വിറ്റുപിഴയ്ക്കും നാറിയൊരിടമായി മാധ്യമരംഗം, റോളിന് വേണ്ടി രാവു വകുത്തോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത്. റോളിന് വേണ്ടി രാവു വകുത്തോ, പേരിന് വേണ്ടി മേനി കൊടുത്തോ, നാളുകളേറെ കഴിഞ്ഞാൽ പിന്നെ പീഡന കഥയിലെ നായികമാരായി. ഇതൊരു പരിധി വരെ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ആശംസകൾക്കായി ശ്രീമതി എല്ലാവരെയും വരുന്നതിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമായി ബാംഗ്ലൂരിലെ 16 എഴുത്തുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച കഥാ സമാഹാരമായ കഥാകവിത ബാംഗ്ലൂർ 2024 എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഇവിടെ നടത്തുകയുണ്ടായി. പ്രകാശനമാണ് ഇവിടെ നടന്നത്. അത് മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നതാണെന്ന് ഞാനിവിടെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പുനഃപ്രസിദ്ധീകരണത്തിനായി മുൻകൈ എടുത്ത ശ്രീ ഹർഷൻ സാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. മൂന്നാമത് ഹർഷൻ സാറിൻ്റെ തന്നെ കടൽ ചൊരുക്ക് എന്ന പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ഇവിടെ നടക്കുകയുണ്ടായി. അതിന് പിന്നെ ഈ സദസ്സ് അലങ്കരിക്കാനെത്തിയ ശ്രീ രാജൻ കൈലാസ് സാറ്
ശ്രീ ഹർഷൻ സാറ്, ശ്രീ കിഷോർ സാറ്, മറ്റ് എല്ലാ ബഹുമാന്യരായ വ്യക്തികൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളോട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ രംഗത്തെ വലിയ വിഷമവും നിയമം അത്തരം കാര്യങ്ങളെ പറ്റിയും പ്രസിദ്ധീകരണ രംഗത്തെ കുഴപ്പങ്ങളെ പറ്റിയും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സ്ത്രീകൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് മുന്നോട്ട് വരും. പക്ഷേ അതിന് നോക്കില്ല, 16 പേരിലെ 10 പേര് സ്ത്രീകളാണ്. അത് നമ്മൾ മനഃപൂർവ്വം സംഭവിച്ച കാര്യമേ അല്ല. സ്ത്രീകൾ കൂടുതൽ ലക്ഷ്യങ്ങൾ തന്നു, അതുകൊണ്ട് അവരുടെ ജനങ്ങൾ കൂടുതൽ വന്നു. അടുത്തതായി ആശംസകൾ പറയുന്നതിന് ഡോക്ടർ തൊടുപുഴ പത്മനാഭൻ അവരെ ക്ഷണിക്കുന്നു. ഡോക്ടർ തൊടുപുഴ പത്മനാഭൻ ഇവിടെ നാടകരംഗത്ത് പ്രശസ്തനായിരുന്നു. ധാരാളം നാടകം എഴുതി. ഈയിടെയാണ് അദ്ദേഹം 87-ാം വയസ്സിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. വളരെ അഭിനന്ദിക്കാവുന്ന, ആഹ്ലാദിക്കാവുന്ന ഒരു സംഭവമാണത്. അദ്ദേഹം ഊർജം കുറവാണെങ്കിലും മനസ്സ് വളരെ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം സാഹിത്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ. മറ്റൊരു സംഗതി പറയാനുള്ളത്, ശ്രീമാൻ കിഷോർ പറയുണ്ടായി ശില്പശാലകൾ പ്രായോഗികമല്ല. കാരണം ഇവിടെ ഞങ്ങൾ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഈ വേദി തന്നെയാണെന്നുണ്ട്. ഞങ്ങൾ സതീശോടെ ശരി ഒരു ലേഖനം തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രസംഗ പരിശീലനം ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം പല കോളേജിലോ ഹൈസ്കൂളിലൊക്കെ പോയി ഒരൊറ്റ കുട്ടികൾക്കും അതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശമല്ല ശില്പശാലകൾ. കേരള സമാജം പോലുള്ള വലിയ വടവൃക്ഷങ്ങൾ അത് ചെയ്യട്ടെ. നമ്മൾ കഴിയുന്ന ചെറിയ നിലയ്ക്കുള്ള പരിപാടികൾ ഇതിലെ സങ്കല്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ മാസികയുടെ പ്രവർത്തനത്തിനും പിന്നെ പുസ്തക പ്രസിദ്ധീകരണത്തിനും നിങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങളുടെ ഡോക്ടർ തൊടുപുഴ പത്മനാഭൻ സംസാരിക്കുന്നതാണ്. നമുക്ക് ഒരു 6:30 അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മീറ്റിംഗ് വൈകിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സംസാരിക്കേണ്ടതുണ്ട്. എല്ലാവരും സംസാരിച്ചേ പറ്റുള്ളൂ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സംസാരിക്കേണ്ടത് കൊണ്ട് നമുക്ക് ഒരു 3 മിനിറ്റ് 2-3 മിനിറ്റ് എടുക്കുന്ന ഒരു ആശംസ. പിന്നെ നമുക്ക് വലുതായിട്ട് ചർച്ചകൾ ചെയ്യാനുള്ള ഇനി പുസ്തകം ചർച്ച ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. പുസ്തകം നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുസ്തകത്തിന് ചർച്ച നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്യാമെന്നും അതിനാൽ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. അത് ഇവിടെ കൂടിയിരിക്കുന്ന എഴുത്തുകാരും പാട്ടുകാരും അത് ആസ്വദിക്കുന്ന ആസ്വാദകരും ഒക്കെ ആയിട്ട് ഒരു നല്ല ജനക്കൂട്ടമെന്ന് പറയാൻ പറ്റുന്നതിൽ കൂടി വന്നിരിക്കുന്നവരെല്ലാം ഇത് ആസ്വദിക്കുന്നവരാണ് ഈ പരിപാടികൾ. ഇന്ന് ഹർഷൻ ഇറക്കിയിരിക്കുന്ന പുതുതായിട്ട് ഇതെല്ലാം പഴയകാലം ഉണ്ടായിരുന്നതിന് ഇടയ്ക്ക് നിന്നുപോയത് പല സാഹിത്യങ്ങളും നിന്നു പോയിട്ടുണ്ട്. ആ മാസികയുടെ പുനഃപ്രസിദ്ധീകരണം ഇന്ന് നടത്തുകയാണ്. അത് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വളരെയേറെ എഴുത്തുകാരുണ്ട്. ഞാനൊരു 50 കൊല്ലം മുമ്പ് ബാംഗ്ലൂരിൽ എത്തുമ്പോൾ ആൾസോ കേരള സമാജം, യശോപൂർ കേരള സമാജം, പിന്നെ ആർട്ടിനൂർ കേരള സമാജം, ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന കേരള സമാജങ്ങൾ നടന്നുണ്ട്. അന്ന് ആദ്യകാലത്ത് ഇവിടെ ഒരു മലയാളം ലിറ്റിൽ തിയേറ്റർ നമ്മൾ കലാസാഹിത്യ പ്രസ്ഥാനങ്ങളുടെ എച്ചയിലെ പല സാഹിത്യകാരന്മാർ ഇന്ദിരാന്നുള്ള സാഹിത്യന്മാരെല്ലാം വിളിച്ചാൽ ഞാൻ അതിന് മുമ്പായിരുന്നു MLT മലയാളം ലിറ്റിൽ തിയേറ്റർ. ഇപ്പം അന്നത്തെ കാലത്തൊക്കെ നാട്ടിൽ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിക്കുകയും കലാപരിപാടി നടത്തുകയും ചെയ്യും. അത് വളർന്നിപ്പം ബാംഗ്ലൂരിലെ മിക്കവാറും ഭാഗങ്ങളിലൊക്കെ മലയാള സമാജങ്ങളുണ്ട്, കേരള ഉത്സവങ്ങളുണ്ട്, ഓണാഘോഷങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇവിടുത്തെ കലാകാരന്മാരും കലാകാരികളും ഒക്കെ തന്നെ പ്രോത്സാഹനമായ രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ഇപ്പോൾ നാട്ടിൽ തന്നെ അധികം ആളുകൾ വരുത്തേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ നല്ല ആശയങ്ങളുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, കഥ എഴുതുന്നവരുണ്ട്, നാടകം
കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും സാഹിത്യ രംഗത്തും ഇവിടെ വളരെയേറെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ പല കലാപരിപാടികളും അന്യം നിന്ന് പോകും. കാരണം ഇപ്പോൾ വായിക്കാൻ നടക്കുന്ന സമയവും എല്ലാവർക്കും ഓരോ ലാപ്ടോപ്പൊക്കെ അതിൽ നോക്കിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെ അമ്മയും പുറത്തു നോക്കാൻ നേരമില്ല. ഊണ് കഴിക്കാതിരിക്കുന്ന സമയത്ത് പോലും ഈ ലാപ്ടോപ്പിലും മൊബൈലിലും കുട്ടികളും വഴി വെച്ചിരുന്നാൽ പോലും അച്ഛനാരും അമ്മനാരും അറിയാത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വായിക്കാൻ സമയമില്ല. കാണുക ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ടി വിയുടെ അതിപ്രസരം വായിക്കാൻ മെനക്കെടാറില്ല. ഞാൻ 20ഓളം നാടകങ്ങൾ എഴുതി. ഈ നാടകങ്ങളെല്ലാം ബാംഗ്ലൂരിൻ്റെ പല ഭാഗത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നൊക്കെ ആയിരക്കണക്കിന് 200 ആളുകൾ വരെയുള്ള നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു നാടകം എഴുതിയിരുന്നു. അച്ചടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അച്ചടിച്ചാൽ വായിക്കില്ല. വലിയ ബുക്കാണെങ്കിൽ ഒന്ന് മനസ്സ് നോക്കിയിട്ട് അവിടെ പറ്റും. ചെറിയ ബുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു അരമണിക്കൂറിലോ വായിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചെറിയ നാടകം ഞാനിങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അരമണിക്കൂർ അത് അങ്ങനെ 20ഓളം നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള ഒരാൾ ഈ ബാംഗ്ലൂരിൽ ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നാടകത്തിന് ആവശ്യമുള്ള പാട്ടുകൾ എഴുതും, സംവിധാനം ചെയ്യും, ഞാൻ നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ നാടക രംഗത്ത് കഴിയുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രായം എനിക്കാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നു. കാരണം അതിൻ്റെ കാരണം എനിക്ക് ജാതിയില്ല, മതമില്ല, ദൈവമില്ല, ദൈവവിശ്വാസമില്ല. ഞാൻ പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിച്ച് സമയം കളയാറില്ല, കാറ്റ് കളയാറില്ല, സമയം നഷ്ടപ്പെടുത്താറില്ല. 16ാമത്തെ വയസ്സിൽ പ്രാർത്ഥന ഒരു ദൈവത്തിനോട് ഞാൻ ഒരു കാര്യം രക്ഷപ്പെടാറ്. 5-6 ഓപ്പറേഷൻ എനിക്ക് ശരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്ത ഒരു ഓപ്പറേഷനിൽ ഒരു ദൈവത്തെയും ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങളെ രാവിലെ വീണ്ടും കാണാനൊരു അവസരം ഉണ്ടാക്കിയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. ഈ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ 6-7 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുക. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. അദ്ദേഹത്തെ ആശംസകൾ നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഇവിടെ കുറേ കാര്യങ്ങളായി സ്വല്പം കൂടി അടുത്ത് വിളിക്കാതിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലൊരു ചടങ്ങിൽ അധികം പുസ്തകം ചെയ്യുന്ന പരിചയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കാണുന്ന ബാംഗ്ലൂരിൽ ഇതുപോലത്തെ ചടങ്ങുകൾ അശ്വൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതുപോലത്തെ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നത് ബാംഗ്ലൂരിൽ. ഇതിനുണ്ടാവുന്ന നമ്മളെ കൊണ്ടാവുന്ന പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്നതല്ലാണ്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങൾ സഹകരിക്കാറുണ്ട്. ഇതുപോലെ എല്ലാവരും നിറയെ നമ്മളെ പോലുള്ള ആൾക്കാർ ഇത് പങ്കുവരണം, ചേരണം, ഇത് വലിയ ഒരു ഇതായിട്ട് തീരണം എന്നുള്ള ആശംസയോട് വേദിയിലിരിക്കുന്ന ഡിസ്ട്രിക്ട് ഗസ്റ്റ്, പിന്നെ മുന്നിൽ നിന്ന് ഇരിക്കുന്ന എല്ലാ ഗസ്റ്റുകൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരാണ്. ഞാൻ കേരളത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല. വീട്ടിൽ സംസാരിക്കണം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കണം, മലയാളം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇതെല്ലാം ഫ്രണ്ട്സ് തന്നെ. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് അർഷൻ സാറിനൊപ്പം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ, ഇങ്ങനത്തെ ഒരു സംഘടനയിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അങ്ങനത്തെ ഒരു ഇതിൽ വന്ന് എല്ലാ പ്രോഗ്രാമും ഞാൻ മിസ് ചെയ്യാണ്ട് വരാറുണ്ട്. അർഷൻ സാർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ഉള്ള, ഞാൻ ഈ ഇംഗ്ലീഷിലും കുറേ ബുക്സ് വായിക്കും, കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, ആർട്ടിക്കിൾസ് അങ്ങനത്തെ. ബട്ട് മലയാളത്തിൽ എനിക്ക് അറിയില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു ഫോറമുണ്ട്, ഇത്രയും നല്ല ഇതിൽ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ വളരെ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും എൻ്റെ ഒരു ഹാർട്ട്ഫുൾ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും അത്രയും ഇതിൽ തന്നെ. ഇനിയും ഈ സാഹിത്യം സാറ് പറഞ്ഞ പോലെ റീഡിങ് ഈസ് ഔട്ട് ഓഫ് ദ പ്ലേ. നമ്മൾ ആ റീഡിങ് കൊണ്ടുവന്നില്ലെങ്കിൽ കുട്ടികൾ നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. റീഡിങ് നമ്മൾ എങ്ങനെയെങ്കിലും അതൊന്ന് പിടിച്ച് നിർത്തണം. ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ എന്നും ഒരു പേജെങ്കിലും വായിക്കാൻ പറഞ്ഞിട്ടെങ്കിലും നിർത്തുകയാണ്, എങ്ങനെയും ചെയ്യണം. അല്ലെങ്കിൽ അതൊരു ഹാബിറ്റ്. എല്ലാം കണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമല്ല.
റീഡിങ് ഇസ് ഇമ്പോർട്ടൻ്റ്. അതിനൊന്നും നമുക്ക് പ്രോത്സാഹിക്കുന്നു പറഞ്ഞിട്ട് അത് പറഞ്ഞിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇങ്ങനത്തെ ഒരു അവസരം തന്നതിന് താങ്ക് യു സർ. കാര്യങ്ങളിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഭാഷയുടെ കൂടെ പല അസോസിയേഷനിൽ ശേഷമാണ് ഞങ്ങൾ കുമാരക്കാട്ടൊരു അസോസിയേഷൻ മുതൽ ഈ പോസ്റ്റ് കോൺഫറൻസ് കൺവെൻഷൻ ഞങ്ങൾ കൗൺസിൽ മെമ്പറും അതുപോലെ ആക്റ്റീവായിട്ടും ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ സാഹിത്യത്തിൽ ചിലത് മനസ്സിലാക്കുന്നത്. അത് സംസദിൽ കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വളരെ കാലം മുമ്പേ ബാംഗ്ലൂർ വന്ന് ജോലി ചെയ്ത് കഴിയുന്നതുകൊണ്ട് സാഹിത്യം എഴുതാനോ വായിക്കാനോ സമീപിക്കാറില്ല. ഏതായാലും സർഗജാലനും തുടക്കത്തിൽ അതിനോട് വളരെ ചേർന്ന വ്യക്തിയാണ് ഞാൻ. മുമ്പോട്ട് അതുപോലെ ചെയ്യും. എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. ഇത് വലിയൊരു സഹായി മാറട്ടെ സർഗജാലം എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ അടുത്തതായി ശ്രീമാൻ സുരേഷിനെ ക്ഷണിക്കുന്നു. സുരേഷ് ഡയസിലിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയിക്കുകയാണ്. ഞാനൊരു കഥാ ആസ്വാദകൻ മാത്രമാണ്, എഴുത്തുകാരനോ കവിയോ ഒന്നും അല്ല. പല സംഘടനകളുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ടെന്നുപരി അദ്ദേഹം നമ്മുടെ ഡോക്ടർ പ്രേംജി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വിളിച്ചാൽ നമ്മൾ പങ്കെടുക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ ഹർഷ സാറാണ്. ഹർഷ സാറിൻ്റെ ഈ പ്രോഗ്രാമിന് വളരെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഒരു കാര്യം, എൻ്റെ തൊട്ട് അയൽനാട്ടുകാരനായ ഒരു അതിഥി ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. സാറ് എൻ്റെ സ്ഥലവാസിയാണ്. ഇവിടെ വന്ന് സാറ് പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. അദ്ദേഹം എൻ്റെ സ്ഥലത്തെ പേര് ചൊല്ലി പറഞ്ഞു, ചാരുമൂട്. വള്ളികുന്നം എൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ്. വളരെയധികം സന്തോഷമുണ്ട്. സാർ നമുക്ക് അതെനിക്കിന്ന് വളരെ എൻ്റെ ഈ ഒരു പങ്കെടുത്ത ഈ പ്രോഗ്രാമിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാം ഞാൻ അർപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ ശ്രീ രവീന്ദ്രനാഥ് അത് കഴിഞ്ഞു. ശ്രീ രവീന്ദ്രൻ വേദികളിലൊക്കെ പരിശീലിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നെ ആദ്യമായിട്ട് ഗ്രൂപ്പിലേക്ക് ആദ്യം എന്നെ ക്ഷണിച്ചു കാണിക്കുക ഒരു 26 വർഷം മുമ്പ് ഒരു സാഹിത്യ സദസ്സിക്ക് എന്നെ ക്ഷണിച്ചിരുന്ന അദ്ദേഹം. അങ്ങനെ ഞാൻ അവിടെ പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സമിതിയുടെ പ്രസിഡന്റ് വരെ ആയി. ഞാൻ സാഹിത്യകാരനല്ല, നല്ലൊരു ആസ്വാദകനാണ്. എനിക്ക് കാലത്ത് ചിലപ്പോൾ ചില കഥകളൊക്കെ വന്നേക്കാം. നമ്മൾ ഇപ്പം ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ശ്രീമാൻ ഷിയാസിനെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി പറഞ്ഞ ഒരു സംഭവത്തിൽ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് കേരളത്തിൽ നടക്കുന്ന 100 കവികൾ എന്നൊരു പ്രോഗ്രാമിൽ സ്ത്രീകൾ പങ്കെടുത്തില്ല എന്ന ഒരു വിമർശനത്തോടൊപ്പം തന്നെ അവർക്ക് വരുന്ന മാറ്റങ്ങൾ കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം ഇതുപോലെ ഒരു കവി അല്ലെങ്കിൽ കവിത എന്നതിനെതിരെ ഒരു അത് അംഗീകരിക്കാൻ മനസ്സിലായിരുന്ന ഒരു വിഭാഗം അങ്ങനെ ഒരു കവിതയിലേക്ക് വരുമ്പോൾ അവരെ വേദിയിൽ പോയി അതിനെ, അതായത് വനിതകൾക്ക് അവസരം കൊടുത്തില്ല, വേദിയിൽ പോയി അതിനെ വിമർശിച്ച് അവരെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരണം എന്നതാണ് എൻ്റെ ഒരു ചിന്താഗതി. ശരിയാണ് എല്ലാവരും എനിക്കറിയില്ല.
അതാണ് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ അർത്ഥം. അതിലൊരു ഒരു കവിതയുടെ എല്ലാം ഒരു ഫോർമാറ്റിലുള്ള ഒരു പാട്ടാണ് ഇത്. എഴുതിയത് അജീഷ് ദാസൻ. ഒരു കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടണം, എനിക്ക് സഹായം ചെയ്യണം. എൻ്റെ നൈബറുമാണ്, വേറെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. മാത്രമല്ല ഹസ്ബൻ റാമിനുള്ളൊരു പ്രത്യേകത, അദ്ദേഹം മറ്റാരെയും ആശ്രയിക്കാതെ അദ്ദേഹം വിളിക്കുന്നിടത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളൊരു അങ്ങനെ ഒരു കഴിവുള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, വളരെ കാലങ്ങളായിട്ട്. ഇപ്പോൾ അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ നാരായണനുണ്ട്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നാൽ അത്ര കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഹർഷൻ സാറായിട്ട് ബാംഗ്ലൂരിൽ വന്ന കാലം മുതൽ സുഹൃത്തുക്കളാണ്. ഈ കോമ്പിനേഷൻ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ തൊടുപുഴ പത്മനാഭൻ സാറുണ്ട്, ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കേൾപ്പാണ്. ഈ സൈക്കിൾ ബ്രാൻഡ് ബസിന്റെ ഒരു പരസ്യമുണ്ട്, ദൈവം ഉണ്ട്. നമ്മളാരും പറഞ്ഞില്ല ദൈവം ഇല്ലാന്ന്, അവര് ചുമ്മാ പറയാണ് ദൈവം ഉണ്ട്. നമ്മളാരെങ്കിലും പറഞ്ഞില്ല, അവര് ദൈവം ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ എന്നുള്ള നിലപാടാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് ചുമ്മാ പറയാണ് ദൈവം ഉണ്ട്. നമ്മളാരെങ്കിലും പറഞ്ഞ ഇല്ലാന്ന് ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. ഇല്ലാന്ന് ഉറച്ചു പറയുന്ന ആളാണ് തൊടുപുഴ സാറ്. എന്നാൽ ഇല്ലോ നമുക്ക് പറയുന്ന ആൾക്കാർ നമ്മുടെ കൂടുതലുണ്ട്. ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ ഹർഷൻ സാറിന്റെ പരിപാടി. ഞാനൊരു എന്താ പറയാ ഒരു ആശയ പ്രചരണത്തിനോ അതിനായിട്ടുള്ള ഈ പരിപാടി തന്നെ ഹർഷൻ സാറിനോടുള്ള സ്നേഹവും അദ്ദേഹം എന്നോടുള്ള സ്നേഹവും ഇതിനു വേണ്ടി വരുന്നതാണ്. പ്രിയപ്പെട്ട രാജൻ സാറ് എത്രയോ വർഷം മുമ്പ് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് രാജൻ സാറിനെ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തി എന്നുള്ളൊരു ക്രെഡിറ്റിന്റെ ആളും കൂടിയാണ് തോന്നുന്നു. അതുപോലെ കിഷോർ സാറിനെ പറ്റി പറയേ വേണ്ട. ഈ ജീവിതം തന്നെ ഈ സാഹിത്യം സാംസ്കാരിക പ്രവർത്തനം വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഇതാണ്. ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ലാലി മേഡം ഗംഭീരമായ എഴുത്ത പുതിയൊരു നോവൽ കൂടെ അവർ പ്രസിദ്ധീകരിക്കുന്നത്. പ്രേമരാജ് ഈ കർഷൻ സാറിന്റെ വേറൊരു വേഷനാണ്. പ്രേമരാജൻ അയാള് വേറൊരു പരിപാടിയിൽ കാണാൻ പോകില്ല, അയാൾ വിളിക്കുന്ന പരിപാടിയിലേക്ക് കൊണ്ടുവരിക. അത് വലിയ തന്ത്രമാണ്. അതിന് ഞാൻ പോയപ്പോൾ തന്നെ ആശയപരമായി ഭയങ്കര അടിയാണ്. പക്ഷെ ഞങ്ങൾ ഭയങ്കര എത്ര കാലമായിട്ട് ഫ്രണ്ട്സാണ്. ഞാൻ വിളിക്കുന്ന പരിപാടിക്ക് ആൾ കൊടുക്കും, ആൾ വിളിക്കുന്ന പരിപാടിക്ക് ഞാൻ പോകും, ആശംസ ഇതൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും സത്യജാതക പരിപാടിയിലേക്ക് എന്നെ പോലൊരു ഇപ്പൊ 2-ാം തീയതി ഒക്ടോബർ 2-ന് ഒറ്റ സെക്കൻഡ് നടത്താം. ഒക്ടോബർ 2-ന് 3 മണിക്ക് ദീപൻ ഭീമനഗറിലെ കാരുണ്യ ഹാളിൽ ഒരു നോവൽ ചർച്ച നടത്തല്ലേ. അപ്പൊ ഇതിന്റെ പോസ്റ്റർ ഉണ്ട്. അപ്പൊ ഇവിടെ രാജൻ സാറ് ബാംഗ്ലൂരിൽ ഉണ്ട് പറഞ്ഞപ്പോ അജിത് കുമാർ KP എന്ന് പറഞ്ഞിട്ട് ഫെഡറൽ ബാങ്കിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുണ്ട്. ഇവിടെയൊക്കെ അതിന്റെ ആള് പറഞ്ഞു രാജൻ സാർ അവിടെയുണ്ട്, നിങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറെ വളരെ അബദ്ധം പറ്റി, പോസ്റ്ററൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പൊ സാറെ നിങ്ങളൊക്കെ പങ്കെടുക്കുക ഒന്ന് രാജൻ സാറിനോട് വളരെ ലളിതമായി. അതിനെന്താ ഞാൻ വന്നിരിക്കുന്നു, ഞാൻ മാത്രമല്ല എന്താ
ബാംഗ്ലൂർ സാഹിത്യ വേദിയുടെ പരിപാടിയിലേക്ക് രവീന്ദ്രനെ ഞാൻ വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി സലീം സർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എഴുത്തിലെ മുൻഗാമികളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രജത് കുറ്റ്യാടൂർ എന്ന തുല്യനാമമാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാടൂർ എന്ന സ്ഥലത്താണ്. വളരെ കേട്ടിട്ടുണ്ടാവും, നല്ല മാമ്പഴം കിട്ടുന്ന സ്ഥലമാണ് കുറ്റ്യാടൂർ. അപ്പോൾ എന്നെപ്പോലത്തെ ഒരു പുതുമുഖം അല്ലെങ്കിൽ പുതുമുഖ എഴുത്തുകാരൻ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഇപ്പം കിഷോർ സാർ പറഞ്ഞു കുറച്ച് പൈസ കൊടുക്കണമെങ്കിൽ നമുക്ക് പുസ്തകം അടിച്ചു കിട്ടും. പക്ഷേ അത് ആളുകളിലേക്ക് എത്തണം, വായിക്കണം എന്നാണ് അതിനോട് തരിക. ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്തിട്ട് പൊട്ടിക്കാതെ വായിക്കുന്ന അവസ്ഥയാണ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ ഉള്ള അവസ്ഥ. ഇതുപോലുള്ള മുഖ്യ പരിപാടികൾ നടത്തുന്ന ബാംഗ്ലൂർ സാഹിത്യ വേദിക്ക് ഇതുപോലുള്ള രീതിയിൽ നിന്ന് ക്ഷണിച്ചതിന് എൻ്റെ അകൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ഭാരവാഹികളും എൻ്റെ അകൈതമായ നന്ദി. ഈ പരിപാടിക്ക് എല്ലാവരും ആശംസിക്കുന്നു. നമസ്കാരം. എൻ്റെ സന്തോഷം ഉറഞ്ഞുകൊള്ളും കഴിഞ്ഞ ആഴങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്നു പുറമെ അനന്തതോടെ കാണാൻ പറയുന്നത് തുറന്നു തോന്നിക്കാണ്. കഴിഞ്ഞ തൊഴിൽ ചുരുങ്ങിയായി കയ്യിലെ മറുപടി ചിപ്പിൽ കാണിക്കാനായി സ്വപ്നവർണ്ണമുള്ള ചിപ്പികൾ കൊണ്ടുവരാനും തീർത്ഥജലത്തിന്റെ നിർമ്മിതിക്കായി അകമയെ പ്രാർത്ഥിക്കുന്നതിന് ആത്മരോധനം കടലിന്റെ അഘാതത്തിൽ അലിഞ്ഞുചേർന്നു. സായാഹ്നത്തോടെ മുഖം തള്ളി ഇറങ്ങിപ്പോകുമ്പോൾ നാവില്ലാതിന്റെ ശോഭയായി വെല്ലുവിളി അമ്പലച്ചാണ് പൊന്നിയാകുന്നു. നമസ്കാരം. ശ്രീ രാജൻ കൈലാസിനെ ക്ഷണിക്കുന്നു. മൈക്കലോട് തന്നെ കവിതയെക്കുറിച്ച് സംസാരിക്കുന്നില്ല, സമയക്കുറവായതുകൊണ്ട് തന്നെ ഇവിടെ 3 പരാമർശങ്ങൾ കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയതാണെങ്കിൽ സംസാരിക്കുന്നില്ല. ഈ സാഹിത്യ ശില്പശാലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം നമ്മുടെ കവികൾ ഇവിടെ ഇരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. കവിത വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള കവിത മാത്രമല്ല, ഇന്ത്യൻ കവിതയും ലോക കവിതയും വളരെ വേഗം മുന്നോട്ട് പോകുന്നു. നമ്മൾ ഒരു ദിവസം നിന്നാൽ കവിത ഒരു ദിവസം മുന്നിലാകും, നമ്മൾ പുറകിലായി പോകും. ഇപ്പോൾ കവിത എഴുതുന്ന പലരുടെയും പ്രശ്നം അവരൊരു 30 കൊല്ലം 40 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം പുറകിൽ നിന്നാണ് എഴുതുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സത്യാനന്ദ മാഷിനെ പോലുള്ളവർ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്? നിരന്തരമായ കവിതകളൊക്കെയുള്ള സഞ്ചാരം. ഞാനും പരമാവധി ശ്രമിക്കുന്നതാണ്. കവിത ചുരുക്കം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു കാലത്താണ് കവിത ഇങ്ങനെ നിൽക്കുന്നത്. അത് മാത്രം നമ്മളിപ്പം ഭൂമി എന്ന് പറയേണ്ടിടത്ത്, മണ്ണെന്ന് പറയേണ്ടിടത്ത്, കര എന്ന് പറയേണ്ട കാര്യമില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അതുപോലെ ഏറ്റവും ലളിതമായ ഭാഷയിൽ മനുഷ്യനൊന്നും മെനക്കണം സമയമില്ല. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കുന്ന ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. അത് പറഞ്ഞുകൊണ്ട് ഞാനൊരു കവിത വായിക്കുകയാണ്. ഈ ഭൂമി മനുഷ്യന്റെ മാത്രം സ്വത്താണോ? നമുക്ക് ബാക്കി എല്ലാ ജീവനെയും കൊണ്ടു തിന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ഓരോ ജീവിക്കും ഒരു അണുവിന് പോലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. അവിടെ അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് 10,000 താറാവുകളെ കൊന്നു, ഒരു കാരണവുമില്ലാതെ, ഒരു രോഗത്തിന്റെ പേരിൽ. അന്നേരം ഉണ്ടായ ഒരു വിഷമമാണ് കവിതയ്ക്ക് കാരണം. കവിതയിലേക്ക് കിടക്കാം. പക്ഷിരാഷ്ട്രം. 1000 പക്ഷികൾക്കൊത്തുചേരാൻ മുട്ടനാൽ വരമൊന്നിതാ കണ്ടുകിട്ടി. പക്ഷികൾ യോഗം ചേരുകയാണ് മനുഷ്യരെ. 1000 പക്ഷികൾക്കൊത്തുചേരാൻ മുട്ടനാൽ വരമൊന്നിതാ കണ്ടുകിട്ടി. ആർത്തു വിളിച്ചും ചിലച്ചും മഹായോഗ വാർത്തകൾ നാട്ടിൽ പറന്നൊഴുകി. നേരവും കാലവും നോക്കാതെ പിറ്റേയും രാവിലെ തന്നെ അവരൊത്തുകൂടി. ഏറെ പ്രിയപ്പെട്ട കാക്കമുത്തശ്ശിയെ ഏവരും ആദരിച്ച അധ്യക്ഷയായി. ഏറെ പ്രിയപ്പെട്ട കാക്കമുത്തശ്ശിയെ ഏവരും ആദരിച്ച അധ്യക്ഷയായി. കുയിലിന്റെ സ്വാഗതഗാനം കഴിഞ്ഞ അതിഗൗരവം അധ്യക്ഷ സംഭാഷണം. നമുക്ക് ജീവിക്കുവാൻ ഭൂമിയല്ലാതിനി മറ്റോരിടമില്ലതോർക്കുക നാം. കൂട്ടമായി നമ്മളെ കൊന്നു തിന്നിടുവാൻ തോക്കും വിഷവുമായി എത്തിടുന്നു. താഴത്തെ കൊമ്പിലിരുന്നു പിടക്കോഴി ചാടിപ്പിടഞ്ഞു പറഞ്ഞിരിപ്പോൾ. താഴത്തെ കൊമ്പിലിരുന്ന പിടക്കോഴി ചാടിപ്പിടഞ്ഞു പറഞ്ഞിതപ്പോൾ
ഞങ്ങൾക്ക് മുട്ട വിളിക്കുവാനാവില്ല, കുഞ്ഞുങ്ങളെ കൂടിക്കൊന്നു തിന്നും. തറയിലിരുന്നൊരു താറാവ് കേടുന്നു, 100,000 കൊമ്പൊടുക്കി. പക്ഷിപ്പനിക്കു കിളികളെ കൊല്ലുവോ, മദ്യപ്പനിക്ക് എന്തു ചെയ്യും? പക്ഷിപ്പനിക്കു കിളികളെ കൊല്ലുവോ, മദ്യപ്പനിക്ക് എന്തു ചെയ്യും? കൂട്ടമായി കൊല്ലുമോ, കൂട്ടിലടയ്ക്കുമോ പക്ഷിയോഗത്തിലെ സംശയങ്ങൾ? പാവമൊരു തത്ത കൂട്ടിലകപ്പെട്ടു ഭാവിയെ കൊത്തിയെടുക്കുന്നവൾ. പാവമൊരു തത്ത കൂട്ടിലകപ്പെട്ടു ഭാവിയെ കൊത്തിയെടുക്കുന്നവൾ. ഓടിക്കിതച്ചെത്തിയാരാഞ്ഞു ഞങ്ങളുടെ ഭാവിയിലും വഴിക്കുള്ളിലാണോ? കാട്ടിലെ ആട്ടം മറന്ന മയിൽ പെണ്ണ് കാട്ടുന്നു കണ്ണുനീർ മുദ്രയെന്നോ? കുരുവിയും മൈനയും കരയുന്നു, കാട്ടിലും കുടിവെള്ളമില്ലാത്ത കാലമായി. കുരുവിയും മൈനയും കരയുന്നു, കാട്ടിലും കുടിവെള്ളമില്ലാത്ത കാലമായി. പേടിച്ചു പാറയിടുക്കിലൊളിക്കുന്ന വാവലിൻ കൂട്ടങ്ങൾ എത്തിയില്ല. പേടിച്ചു പാറയിടുക്കിലൊളിക്കുന്ന വാവലിൻ കൂട്ടങ്ങൾ എത്തിയില്ല. ഏതോ വിഷപ്പനിപ്പേരു ദോഷത്തിനാൽ ഏറ്റവും വെറുപ്പേറ്റു വന്നവർ. കൂട്ടക്കരച്ചിലിൽ യോഗം നടക്കവേ, കൂട്ടക്കരച്ചിലിൽ യോഗം നടക്കവേ നാട്ടുകാർ അന്തിച്ചു നോക്കി നിൽക്കെ പക്ഷിരാഷ്ട്രത്തിൻ പ്രമേയങ്ങൾ എത്തുന്നു. പക്ഷിരാഷ്ട്രത്തിൻ പ്രമേയങ്ങൾ എത്തുന്നു. പക്ഷിരാഷ്ട്രീയത്തിൻ പുത്തരംഗം. സ്വയരക്ഷതിരകൾ ചുണ്ടുകളായുക, ഓർത്ത ദൂരമ്പുകളാവുക. സ്വയരക്ഷതിരകൾ ചുണ്ടുകളായുക, ഓർത്ത ദൂരമ്പുകളാവുക. കാഴ്ചകൾ കാണാത്ത മർത്തന്റെ കണ്ണുകൾ കാഴ്ച വസ്തുക്കളായി തീർക്കുക. കാഴ്ചകൾ കാണാത്ത മർത്തന്റെ കണ്ണുകൾ കാഴ്ച വസ്തുക്കളായി തീർക്കുക. യുദ്ധം തുടങ്ങി, യുദ്ധം തുടങ്ങി മനുഷ്യരെല്ലാം കണ്ണുപൊത്തിയ നാടുവിട്ടോട്ടമായി. യുദ്ധം തുടങ്ങി മനുഷ്യരെല്ലാം കണ്ണുപൊത്തിയ നാടുവിട്ടോട്ടമായി. പക്ഷിരാഷ്ട്രത്തിൻ പതാകപ്പരുന്തുകൾ, പക്ഷിരാഷ്ട്രത്തിൻ പതാകപ്പരുന്തുകൾ പരിധികൾക്കപ്പുറം പാറി നിൽപ്പൂ. പക്ഷിരാഷ്ട്രത്തിൻ പതാകപ്പരുന്തുകൾ പരിധികൾക്കപ്പുറം പാറി നിൽപ്പൂ. എന്റെ അച്ചടിക്കാത്ത ഏറ്റവും പുതിയ കാര്യമാണ്. അവതരിപ്പിക്കുന്നത് ശ്രീ വീരകൃഷ്ണൻ ക്ഷണിക്കുന്നു. അവിടെ നമ്മുടെ ഒരു നിർവചനം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് കരുതുന്നു. ഗദ്യവും പദ്യവും ചാലിച്ച് വാറ്റിയെടുത്ത ഒന്നാണ് ഇന്നത്തെ മലയാള കവിത. താളമുണ്ട്. അദ്ദേഹം എഴുതി ചൊല്ലി കാസറ്റാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അപ്പോൾ കവിതയുടെ പ്രസക്തി നമ്മൾ പറയേണ്ട, കവിത മരിക്കുന്നില്ല. ഞാൻ പീഡനവിധാനം എന്ന കവിതയാണ് ചൊല്ലാൻ ഉദ്ദേശിച്ചത്. അത് കിഷോർ ഇവിടെ ചൊല്ലിയുള്ളൂ. അത് ഞാൻ ചൊല്ലിയാൽ അത് വീണ്ടും ആവർത്തന വിരസത വരില്ലേ? കാലിക പ്രസക്തി ഉള്ളതാണ്. ഇന്ന് പത്രങ്ങളിലൊക്കെ നടത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണിത്, പീഡനം. അത് റിപ്പീറ്റ് ചെയ്യണോ? ഒരു കവിതയേ ഉള്ളൂ. ഒരു കവിതയല്ലോ സമയം നീ എനിക്കില്ലെങ്കിലും എന്താഘോഷം സഹയാത്രിക, നീ ഇടയ്ക്ക് ചലിച്ചല്ലോ ജീവിതം ധന്യമാക്കുന്നു. നീ ഇടയ്ക്ക് ചലിച്ചല്ലോ ജീവിതം ധന്യമാക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത് ശ്രീമതി ലാലി രംഗനാഥനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്തനാപുരം ഗാന്ധി ഭവൻ സന്ദർശിക്കുകയുണ്ടായി ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അന്നും അവിടെ കണ്ട ചില നൊമ്പര മുഖങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് എഴുതിയൊരു കവിതയാണ്. സായാഹ്ന
എന്നാണ് കവിതയുടെ പേര്. വിടർന്നുല്ലസിച്ചു പൊഴിച്ചു സൗരഭം പകർന്നു നൽകി അരുമകൾക്കാവോളം പൊഴിഞ്ഞു വീഴുവാൻ നേരമായി തീരവേ അടർത്തി മാറ്റുന്നവോ ഈ നൊമ്പരപ്പൂക്കളെ ബന്ധുത്വം ബാധ്യതയായി മാറിയവേ ബന്ധങ്ങളാൽ തന്നെ മാറ്റപ്പെടുന്നവർ കാവലായി കാത്തവർ പിന്നെ വെറുമൊരു ശ്വാനനായി വേഷമണിയാൻ വിധിക്കവേ സ്വയമടരുന്നവർ ചിലർ തിരയുന്നു സാന്ത്വനം വൃദ്ധസദനങ്ങളിൽ കരം ലഭിച്ചൊരാ തണുത്ത കൈകളിൽ മരണം ഭയക്കുന്ന മനമറിഞ്ഞിരുന്നു ഞാൻ തിളങ്ങിയതില്ല ഒരു മുഖം പോലും നിറഞ്ഞു തോന്നിടും ചോരക്കുതിർപ്പിനാൽ വരണ്ട ചുണ്ടൊന്നിൽ വിരിഞ്ഞു പോയൊരു തിളക്കമില്ലാത്ത മൃദുമന്ദഹാസം മടിച്ചിടാതെന്നും ചേർത്തു നിർത്തിയിടണേ മറന്നിടാതെ ഈ നൊമ്പരപ്പൂക്കളെ. നന്ദി. ഒരുപാട് നീളം കൂടിയതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഞാനൊരു കുറച്ച് കവിത പുസ്തകത്തിൽ പെടാത്തത് അവതരിപ്പിക്കാൻ പറ്റും. അതിന് മുന്നേ തന്നെ സലീം സാറിൻ്റെ അടുത്തും സാറിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും എനിക്ക് നന്ദി പറയാനുണ്ട്. എൻ്റെ കവിതകളിൽ എടുത്തതിനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത സമയത്ത് ഇവിടെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കഥകളൊന്നും ഇല്ലാതെ തന്നെ. കാരണം എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നിയില്ല, എനിക്ക് പറയാൻ പറ്റുമോ, എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത് ഇതിനൊരു മറുവശം കൂടെ ഉണ്ട് ഈ പീഡന കഥകൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകള് ഒരു പരിധി പെട്ടെന്ന് നോട്ടീസൊന്നായിട്ടുള്ള ആരെങ്കിലും പൊങ്ങി വരികയാണെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു രംഗത്ത് സാഹിത്യ രംഗത്തായാലും കലാരംഗത്തായാലും പൊങ്ങി വരികയാണെങ്കിൽ അതിന് സഹായിച്ചവർക്കും പഴിയേൽക്കേണ്ടി വന്നിട്ടുണ്ട്, പൊങ്ങി വരുന്നവർക്കും പഴിയേൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു മറുവശമാണ്. ഞാൻ ഹർഷൻ സാർ പറഞ്ഞതിനോട് പരിപൂർണ്ണമായി യോജിക്കുന്നു. ഇന്നത്തെ പല പീഡനങ്ങളും പണ്ട് എല്ലാത്തിനും കൂട്ടുനിന്നവർ ഇപ്പോൾ അതിനുള്ള ആർജവം എടുത്തിട്ട് പറയുന്നതാണ്. ഒരു പക്ഷേ അതിന് ഇവിടെ ഇരിക്കുന്ന ഒരു ഒന്ന് രണ്ട് പേരും സ്ത്രീകളുള്ളൂ, മറ്റുള്ളവർ യോജിക്കുമെന്നറിയില്ല. ഒരു പക്ഷേ നമ്മുടെ പുരുഷന്മാര് ആ ആർജവം നേടാത്തതോ അതോ ഇനി അവർക്ക് അതിനുള്ള മനസ്സ് വരാത്തതോ ആയ കാരണമായിരിക്കും പീഡിതന്മാരുടെ കഥകൾ അധികം പുറത്തു വരാത്തത്. പീഡിതകളുടെ മാത്രം കഥകൾ പുറത്തു വരുന്നത് എനിക്കറിയില്ല, ആരും യോജിക്കാന്ന് എനിക്കറിയാം. പക്ഷെ അതൊരു പരമാർത്ഥ സത്യമാണ്. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് അതിന് വേണ്ടിയിട്ട് കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് സ്ത്രീകളെ ഇവിടെ ഉള്ളൂ. അപ്പൊ അത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ഞാൻ ഈ പറഞ്ഞോളൂ ഞാൻ തന്നെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. കാരണം എനിക്ക് ചെറുപ്പം തൊട്ട് ഇന്ന് വരെ അനുഭവത്തിലേക്ക് വന്നൊരു സംഗതിയാണ്. ഏത് രംഗത്തും ഞാനിപ്പോൾ പറഞ്ഞ പോലെ കലാരംഗത്ത് ഒരു ആർട്ടിസ്റ്റാണ്, എഴുത്തുകാരിയാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ജോലി ചെയ്ത് വരുമായിരുന്നു. ജോലിയുടെ സ്ഥലത്തായാലും ഇത്തരം സ്ത്രീകളും അതായത് ഫേവറിറ്റിസം ഉപയോഗിക്കുന്ന സ്ത്രീകളും അതുപോലെ അത് ഉപയോഗപ്പെടുത്തുന്ന പുരുഷന്മാരും ധാരാളം ഉണ്ടായിരുന്നു. അത് കാരണം അതിനൊന്നും നിൽക്കാത്ത എനിക്ക് ഉയർച്ചയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് വർഷവും അതാണ്. അപ്പൊ ഇത് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ കവിത സലീം സാറ് എന്തൊക്കെയോ തയ്യാറുണ്ട്. കാരണം ഞാൻ തീരെ സംസാരിക്കാത്ത ഒരാളായിരുന്നു, സംസാരിച്ച കാരണമായിരിക്കാം. പിന്നെ എൻ്റെ കവിത ഞാൻ ആദ്യം അവതരിപ്പിക്കാനിരുന്നത് വെള്ളരിപ്രാവുകളായിരുന്നു. അതൊക്കെ ഒരുപാട് നീണ്ടൊരു കവിതയാണ്. അത് കുറച്ച് ബിംബങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. സാധാരണ വെള്ളരിപ്രാവുകൾ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പാഷൻസ് ആയിട്ടാണ് വെള്ളരിപ്രാവുകളെ
കമ്പയർ ചെയ്യുന്നത്. പക്ഷെ അതിൽ ഒരുപാട് നീളുണ്ട്. ഞാനിപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ രാജീവ് കൈലാസ് സാറിന് ഞാനാണ് അതിനുള്ള ഒരു ചാൻസ് തന്നെയും സലീം സാറിന് തിരിച്ചു കൊണ്ടുവന്ന സമയം ഞാൻ വളരെയും. അപ്പോൾ ഞാൻ സഞ്ജീവനി എന്ന് പറയുന്ന എൻ്റെ പഴയൊരു കവിതയാണ്. സത്യത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയിട്ടാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, മേ ബി 25 വർഷം മുൻപ്. അപ്പോൾ അത് ചൊല്ല സഞ്ജീവനി ഞാൻ ചൊല്ലുന്നതിന് ക്ഷമിക്കണം. സഞ്ജീവനി വേനൽക്കിനാവുകൾ കേൾക്കുവാനുള്ള ജീവിതം ശരശയ്യ മാത്രമാകാം. ബന്ധിതപ്രജ്ഞയിൽ ആഴ്ന്നൊരാമ്പുകൾ വാത്തുപോയാശാമരംഗമെല്ലാം ദ്രവിച്ചുപോയ അതിരിത്ര നാടുമെത്തായ കാര്യം വസ്ത്രങ്ങൾ ഭസ്മമായി വരണ്ടുപോയെങ്കിലും ഉടയാതെ കാത്തതും നീയും പ്രതീക്ഷകൻ സ്ഫടികപാത്രം മൃത്യുവിൻ വെള്ളിടി കാതോർത്തിതാപൃഥ്വി വർഷമേശ്വരിയും ഈ സഞ്ജീവനി നിറയട്ടെ ഈ ജീവിതാമൃതധാരയാൽ കനലിൽ തപം ചെയ്ത പാനപാത്രം നീലവാനേലും ശീതളഛായയിൽ ചേർന്നിടാൻ ദൃഷ്ടി കൊതിച്ചുയർത്തിയിടവേ ഏവം വിഷാദത്തിൻ മാറാപ്പുമായെത്തി നിലയാത്തൊരതിഥികൾ കാർന്നേഘങ്ങൾ വർഷമേ നിന്നെ കൊതിച്ചുകാത്തെങ്ങളുടെ പ്രജ്ഞാഹാർത്ഥമായി തീരവേ ഞാൻ അറിഞ്ഞീയിൽ അനന്തമാം ശൂന്യമാം നിയമം നാളും കൊണ്ടലേകിടാം സാന്ത്വനം. താങ്ക് യു. ഇപ്പോൾ ഇവിടെ എല്ലാവരും പാടുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ രണ്ടൊരു പാട്ട് ഞാനിവിടെ പറഞ്ഞു. പണ്ടുള്ള പലമക്കാർ വളർച്ചുവിട്ട പരപ്പറഞ്ഞു പുരാണം കേട്ടു ഭരിച്ചു വളർന്നു. നമ്മളിൽ പലരും അത് പാടി നടന്നു. ശാസ്ത്രം വളർന്നതറിയില്ല, കാലം മാറിയും അറിയില്ല. കർണം പെറുന്നത് കാതിലൂടെ, കുന്തിരൻ ഗർഭപാത്രം കടയിലൂടെ. പരശുരാമൻ മഴുവറിഞ്ഞു, കടൽ പോമാറി കിടക്കുന്നു കേരളം. ഇങ്ങനെ നമുക്ക് കേരളം മഴുവറിയാണോ കേരളം. എനിക്ക് നല്ലൊരു അനുഭവം. കാരണം ഈ 1982 കവിതയായിരുന്നു. ഒരു 1976 സമയത്ത് അടിയന്തരാവസ്ഥക്കാലത്തിന് കോളേജിൽ നിന്ന് പുറത്താക്കിയായിരുന്നു. അപ്പോൾ ആ പുറത്താക്കിയ അതേ കോളേജിൽ കവിതയെല്ലാം വിളിച്ചപ്പോൾ ഞാൻ വലിയ കവിതയായതുകൊണ്ട് എനിക്കിത് മനസ്സിൽ നല്ലൊരു ഓർമ്മ, അതിനെപ്പറ്റി ഓർമ്മയുണ്ട്. അത് പിരിപ്പുഴയൊക്കെയുള്ള വേദിയിലാണ്. അത് മാത്രമല്ല ഈ കവിത ചൊല്ലിയിട്ട് ഞങ്ങൾ പത്തനാപുരത്ത് പിറ്റേ ദിവസം നിന്നപ്പോഴാണ് അറിയുന്നത് അന്ന് ഞങ്ങളുടെ കൂടെ വേദിയിലുണ്ടായിരുന്ന പത്തനാപുരം വിക്രമനായാലും മഞ്ഞിനെ ഓടിച്ചോടിക്കുന്ന കാര്യം. രാമണി ബന്ധ് അങ്ങോട്ട് വേദിയിലുണ്ടായിരുന്ന കവി വിക്രമനായ രണ്ട് സുഹൃത്ത് ഓടിച്ചോടി. അപ്പോൾ ഈ കവിത ഞാൻ എപ്പോഴും ഓർക്കുമ്പോഴൊക്കെ ഈ സംഭവങ്ങൾ എന്നെ മനസ്സിലേക്ക് വരും. ഇതിൻ്റെ ഒരു ചരിത്രം എന്നാണ്. അമ്മയ്ക്കിരുളുകൊണ്ടൊരു കോട്ട കെട്ടിയിരുന്ന കാലം, അച്ഛനമ്മയ്ക്കുയിരുകൊണ്ടൊരു താലി വച്ച അനാദികാലം, വീട്ടിലട്ടമി വന്ന കാലം, ഞാനവർക്കൊരു നിഴലു പോലെ വളർന്ന കാലം, ഉമ്മറത്തൊരു വേലി വന്ന വിലക്കുകാലം, എഴുത്തുപള്ളിയിൽ ആദ്യ ചിത്ത പഠിച്ച കാലം, കയ്യുപുള്ളി പാടുവീണ പരീക്ഷകാലം, ഒച്ച കത്തിയെറിഞ്ഞ കാലം, വാക്കു കത്തിയെറിഞ്ഞ കാലം, അയൽപക്കത്തവളുമാരുടെ ചൂട് കൊത്തിയെറിഞ്ഞ കാലം, അവൾ വന്നു വിളിച്ചു മുമ്പേ നടന്ന കാലം, അവൾക്കൊരു ചാലു വെട്ടിയൊലിച്ചു പോയി വരൾച്ച മോന്തിരഹിച്ച കാലം, തറുതലക്കറ്റഞ്ഞടിച്ചു നില ചുഴികളാൽ നിറഞ്ഞ കാലം, പകലുറക്കച്ചില്ലതോറും കനവിലൂറിയ നട്ടുവെട്ടം മോന്തി മത്തു പിടിച്ച കാലം, പുതിയ കൂട്ടു പടർന്ന കാലം, കഥ ചുരത്തി വെളുത്ത കാലം, വേല ചുറ്റി നടന്ന കാലം, വേല വേലിലതീർത്ത കാലം, പിറവികാലം ഇതൊടുക്കുകാലം, ഇതിരുട്ടുകൊട്ടെഴിഞ്ഞ കാലം, ഇതൊരിറ്റുകാലം. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് ഇതിന് നന്ദി പ്രകാശനം നടത്തുന്നതിന്
നടത്തുന്നതിനും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിനും വേണ്ടി ശ്രീമാൻ ഡോക്ടർ കെ പ്രേംരാജനെ ക്ഷണിക്കുന്നു. സംസാരിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇത് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാന്ന് ഞാൻ പെട്ടെന്ന് ഏറ്റെടുത്ത് എല്ലാവരെയും ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ കാര്യങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ 6:30 കഴിഞ്ഞുള്ള 5 മിനിറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെ ഒരു സംരംഭം എന്തുകൊണ്ട് അതെ അത് ഞാൻ പറയുമല്ലോ. അപ്പം ഇതില് ഈ ഒരു ബാംഗ്ലൂർ സാഹിത്യവേദി എന്നൊരു കൺസെപ്റ്റ് ഇതുവരെ ഇന്നൊരു സംഘടനയില്ല, റിസൾട്ട് സെക്രട്ടറി ഒന്നുമില്ല, നമ്മളെല്ലാവരും തന്നെയാണ് വരും. ഇതെന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും ഉള്ള എഴുത്തുകാർക്ക് വേണ്ടിയുള്ള സംഘടനകളിൽ യോഗങ്ങൾ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്ത എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്ക് പുതിയ എഴുത്ത് വരണം എപ്പോഴും. പുതുതായിട്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പേര് വേണം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എവിടെയെങ്കിലും നമുക്ക് 10 പേര് കൂടാൻ പറ്റുന്നവരെടുത്ത് നമ്മുടെ അപ്പോഴപ്പോഴുള്ള പുതിയ രചനകൾ അവതരിപ്പിക്കുക. കഴിവെങ്കിൽ അത് പൈസ മുടക്കുകയോ അല്ലാതെയോ, കഴിയുന്നത് നമ്മുടെ സാമ്പത്തിക ചെലവില്ലാതെ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഈ ബാംഗ്ലൂർ സാഹിത്യവേദി വരണം. നിരന്തരം കൃതികൾ വന്നുകൊണ്ടിരിക്കണം, പുതിയ രചനകൾ വന്നുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പഴയ നമ്മൾ പണ്ട് എഴുതിയേക്കുന്ന ഞാനും ചൊല്ലിയ പഴയ കവിതയാണ്, അത് മറ്റൊരു കാര്യമാണ്. പഴയ രചനകൾ ഒരിക്കലും ഒരു രചന കവിത പഴയതാവുന്നില്ല, അല്ല ഒരു രചന ഒരു സാഹിത്യകൃതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴയ രചനകളൊക്കെ വേഴ്സോത്തിനെയും അല്ലെങ്കിൽ ഷേക്സ്പിയറെയും അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ എന്ത് വായിക്കണം? ആ കാലഘട്ടത്തിൽ എഴുതിയല്ലേ, കഥയൊക്കെ കാലഘട്ടമല്ലേ. അങ്ങനെയാണ് കൃതി നിലനിൽക്കുന്നത്. അതിലെ കാലവും ദേശവും ഒന്നും അല്ല പ്രശ്നം, അതിലെ മനുഷ്യന്റെ അവസ്ഥകളാണ്, ഓരോ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ആ അവസ്ഥകളാണ്. അപ്പൊ നിരന്തരം രചനകൾ വരണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയും, ഇപ്പൊ ബാംഗ്ലൂരിലെ ജീവിതം നമ്മൾ കഥ എഴുതുന്നു. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലെ ജീവിതത്തെ ആസ്പദമാക്കി ഏറ്റവും കഥകൾ എഴുതിയിട്ടുള്ളത് പ്രേംരാജന്റെ എല്ലാ കഥകളും കഥകളുടെ അടിസ്ഥാനത്തിൽ. വേറെ നമുക്ക് എത്ര വിഷമങ്ങളും പാർട്ടികളുണ്ട്. പിന്നെ നമുക്ക് എത്ര കഥകൾ നോക്കി കാണിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ ജീവിതം ആസ്പദമാക്കി നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ പച്ചപ്പ്, നമ്മുടെ സാഹിത്യ കൗതുകങ്ങളുമായി നമ്മുടെ സാഹിത്യ അഭിനയമായി ശേഷിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ കൊണ്ടുവരുന്ന രചനകൾ എത്രയുണ്ട്. അപ്പൊ അതിനുള്ളൊരു വേദിയാണ് കഥയായാലും കവിതയായാലും. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കഥ കവിത പോലുള്ള സംഭവങ്ങളിലേക്ക് ആണ് നമ്മൾ വന്നിട്ടുള്ളത്. കവിതയ്ക്ക് പ്രത്യേകത. കവിത എന്ന് പറയപ്പെടുന്നത് ഈ മനുഷ്യ വംശത്തിന്റെ മാതൃഭാഷയാണ് കവിത. നമ്മളെല്ലാത്തിനും കവിത എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ചിത്രം കവിത പോലെയുണ്ട്, ആ കഥ കവിത പോലെയുണ്ട്, അല്ലെ കവിത തുടങ്ങുന്ന ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ കവിത പോലെ സംഭവം, അങ്ങനെയെല്ലാം നമ്മൾ പറയും. അപ്പൊ ആ ഒരു കവിതയുടെ ഒരു അംശം എന്നൊക്കെ അങ്ങേയറ്റത്തെ ഒരു ലാവണ്യബോധത്തിന്റെയും സത്തയുടെയും ഇതൊന്നും കൂടാതെ നീതിബോധത്തിന്റെ ഒരു സാധനം വേണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ എഴുത്തുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ഈ ആൾക്കാരിലേക്ക് സമ്മതിക്കാൻ കഴിയും. അത്ര ഒരു സംവേദനത്തിനുള്ള വേദിയായി ഇതിലേക്ക് എല്ലാവരും പങ്കെടുക്കുകയും ഇത്ര വലിയൊരു പങ്കാളിത്തം ഞാൻ പ്രേക്ഷകരെല്ലാം പങ്കാളിത്തം. പ്രത്യേകിച്ച് ഒരുപാട് മീറ്റിങ്ങുള്ള ദിവസം വന്നു. പ്രത്യേകിച്ചും ശ്രീ രാജകൈലാസോട് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് അന്നത്തെ രാജ്യത്ത് ബുക്ക് ചെയ്തു പരിപാടിയിട്ട് പിറ്റേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു. എത്തിക്കഴിഞ്ഞപ്പോൾ എത്തുന്നതിന് മുമ്പത്തെ അറിയിക്കുന്നു. എത്തിക്കഴിഞ്ഞ് ആ ദിവസത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന പരിപാടിയിട്ട് താങ്കളാണ് ഈ ഞങ്ങളുടെ പരിപാടിയുടെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പുസ്തകം പെട്ടെന്ന് നമ്മൾ അടിച്ചു. മാസത്തിൽ 2 പുസ്തകം ട്രാക്കായിരുന്നു, കഥയുടെ കവിതയുടെ. അപ്പം തോന്നി അപ്പം പിന്നെ 2 ഫംഗ്ഷൻ വേണം, 2 കാര്യങ്ങൾ, അത്രയും മാറ്റമൊന്നുമില്ല. എന്നാൽ പിന്നെ പണ്ടും സമതല പറഞ്ഞ കഥാകവിത അനുഭവങ്ങളാണ് കയ്യിലൊക്കെ. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവർക്കും പിന്നെ ഈ പാടുന്നതുകൊണ്ട് അനുബന്ധിച്ച ഇതിന്റെ മാനേജ്മെന്റ് എല്ലാവർക്കും ഞാൻ പറയുന്നു. അടുത്തതായി എന്നയുടെ ഒരു പാട്ടോടുകൂടി എന്നയുടെ ഒരു പാട്ടോടുകൂടി ഈ പരിപാടി അവസാനിക്കുന്നു. അത് ഈ ബോംബെയിലെ ഫാൻസി കുടുംബത്തിന്റെ ജീവിതമാണെന്നതിന്റെ പശ്ചാത്തലമെങ്കിലും അത് എഴുത്തിന്റെ ചില പുതിയ വഴികളിലേക്ക് നീങ്ങാൻ പ്രേംരാജൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ പോരായ്മകളുണ്ടെങ്കിൽ പിന്നെ വായനക്കാരെന്നുള്ള നിലയിൽ അല്ലാതെ വായിക്കുന്നത് അത് ഒറ്റ വായനത്തിനാണ് തീർന്നു. അതിന് വായനാക്ഷമതയുണ്ട്, റീഡബിലിറ്റി ഉണ്ട് അതിന്. അപ്പം ആ തരത്തിൽ അപ്പോൾ എല്ലാവരും പ്രേംരാജനുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പബ്ലിഷർമാരുടെ വായിൽ തരം വെച്ചു കൊടുക്കുന്ന ഒരാളല്ല. അദ്ദേഹം തന്നെ ഇത് ചെയ്യുന്നത് എഴുതുന്നു, അദ്ദേഹം തന്നെ ഡിഗ്രി ചെയ്യുന്നു, അദ്ദേഹം തന്നെ പ്രൊസീഡ് ചെയ്ത് കൊടുത്ത് ചെയ്യുന്നു, അദ്ദേഹം തന്നെ വിതരണം ചെയ്യുന്നു. നമ്മളെല്ലാം കവർ ഡിസൈൻ ചെയ്യുന്നു, ഡിസൈനിങ് പുസ്തകത്തിന്റെ പ്രൊഡക്ഷനും വിതരണമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ നമ്മളുണ്ടാക്കിയുള്ളത് നമ്മൾ തന്നെ ചന്തയ്ക്ക് വേണ്ടി കാശ് മേടിക്കുന്നു. അതിനിടയ്ക്ക് ആൾക്കാർ ഏജൻസി വരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അത്രയുള്ള വിഷയം. അതുകൊണ്ട് എല്ലാവരും എഴുത്തുകാരാവുക. എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എഴുതാനറിയാം, അക്ഷരങ്ങളറിയാം, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മാത്രം മതി. എഴുത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഓർമ്മയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഓർമ്മകളുണ്ടോ അത് നിങ്ങൾ എങ്ങനെ ആവിഷ്കരിക്കുന്നു അതാണ്. ഓർമ്മകളില്ലെങ്കിൽ നിങ്ങൾക്ക്
പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല ഓർമ്മകളും നല്ല എഴുത്തുകാരുമായി മാറണമെന്നും ഒരു ബാംഗ്ലൂർ സാഹിത്യവേദിയുമായി നിരുപാധികം സഹകരിക്കണമെന്നും നമുക്ക് യാതൊരു ഉപാധിയില്ല ബാംഗ്ലൂർ സാഹിത്യവേദിയിൽ വരുന്നതിന് സഹകരിക്കുന്നത് പുസ്തക പ്രസിദ്ധീകരിക്കും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ചടങ്ങുകളിൽ അടുത്തതായി ഈ യോഗം നമ്മളിപ്പോൾ അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ഈ എന്നെ ആദരിച്ചുകൊണ്ട് നിർവഹിക്കുന്നതാണ്. ആദരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട കവി ശ്രീ കൈലാസ് രാജൻ കൈലാസ്